നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ HSA സോഷ്യൽ സയൻസ് പരീക്ഷയുടെ നിർണായകമായ ഒരു മേഖലയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന മേഖല. ആ പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് SCERTയിലും NCERTയിലും പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടന്റും സിലബസിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക് എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. ഒപ്പം തന്നെ PSC ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ദിവസവും സൗജന്യ ആനുകാലിക സംഭവങ്ങളും മൈക്രോ നോട്ട്സും എക്സാമും പോൾ എക്സാമും എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. ഇന്ന് വർക്കൗട്ട് ബാച്ചിലും റെഗുലർ ബാച്ചിലും പഠിക്കേണ്ടത് ഇന്ന് രാവിലെ 5 മണി മുതൽ എന്തൊക്കെ മെറ്റീരിയൽസ് ക്ലാസ് ഡേറ്റകളെല്ലാം തന്നിട്ടുണ്ടോ അത് കൃത്യമായി പഠിക്കണം. SCERT NCERT ഫാക്ട് പഠിക്കണം. മൈക്രോ നോട്ട്സ് കമ്പൽസറി ആയിട്ട് വായിക്കണം. അതിനുശേഷം ഇന്ന് രാവിലെ 5 മണി മുതൽ അല്ലെങ്കിൽ എപ്പം മുതലാണോ നിങ്ങൾക്ക് ക്ലാസ്സും നോട്ട്സും അപ്ഡേറ്റ് ചെയ്തത് ആ സമയം മുതൽ രാത്രി 9 മണിക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്ന എക്സാം ഇന്നത്തെ എല്ലാ കണ്ടന്റും ചേർത്തുള്ള എക്സാം മോക്ക് എക്സാം OMR ഷീറ്റിൽ തന്നെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇൻട്രഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ഒരു മേഖലയുണ്ട്. അപ്പോൾ ഇൻട്രഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആദ്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ചോദ്യം ഇതാണ്: രാഷ്ട്രതന്ത്രശാസ്ത്രം രാഷ്ട്രത്തിൽ ആരംഭിച്ച് രാഷ്ട്രത്തിൽ അവസാനിക്കുന്നു എന്ന നിർവചനം ആരുടേതാണ്? പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അരിസ്റ്റോട്ടിൽ, JW ഗാർണർ, ഗെറ്റൽ, ഗാരിസ് എന്നറിയപ്പെടുന്ന 4 പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ. അതിൽ ആര് പറഞ്ഞതാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം രാഷ്ട്രത്തിൽ ആരംഭിച്ച് രാഷ്ട്രത്തിൽ അവസാനിക്കുന്ന നിർവചനം നൽകിയത്? JW ഗാർണർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ JW ഗാർണറുമായി ബന്ധപ്പെട്ട് ഈ കണ്ടന്റ് മാത്രം പോരാ, വരും കണ്ടന്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പം ഇതിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു വാക്യമുണ്ട്. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യകാലത്ത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസിക്കൽ ടൈമിൽ ക്ലാസിക്കൽ പീരീഡ്സിൽ നമ്മൾ എന്താ പറയുന്നത്? ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ കുറിച്ചും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പവർ അധികാരത്തെ പറ്റി മാത്രമാണ് പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചിരുന്നത്. അപ്പൊ അരിസ്റ്റോട്ടിൽ പറഞ്ഞ വാക്യം ഇങ്ങനെ: രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞത് അത് അരിസ്റ്റോട്ടിലാണ്. ഇനി ഈ പറയുന്ന രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിനെ രാഷ്ട്രത്തിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് റെയ്മണ്ട് G ഗെറ്റലാണ്. അതൊന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഗാരിസ് പറഞ്ഞ് ഇങ്ങനെയാ: രാഷ്ട്രത്തിന്റെ ആവിർഭാവം, വികാസം, ലക്ഷ്യം, രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുതലായവയെ പറ്റി പ്രതിപാദിക്കുന്നതാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത് അത് ഗാരിസ് ആണ്. അപ്പൊ 4 പ്രധാനപ്പെട്ട വ്യക്തികൾ പറഞ്ഞ വാക്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. JW ഗാർണർ പറഞ്ഞ എങ്ങനെയാ? രാഷ്ട്രതന്ത്ര ശാസ്ത്രം രാഷ്ട്രത്തിൽ ആരംഭിച്ച് രാഷ്ട്രത്തിൽ അവസാനിക്കുന്നു. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എങ്ങനെയാ? രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞത് റെയ്മണ്ട് G ഗെറ്റലാണ്. രാഷ്ട്രത്തിന്റെ ആവിർഭാവം, വികാസം, ലക്ഷ്യം, രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുതലായവയെ പറ്റി പ്രതിപാദിക്കുന്നതാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? അത് ഗാരിസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ഫാക്ട്. എന്താ ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന വാക്ക് ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാം. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സിറ്റി സ്റ്റേറ്റ് അല്ലെങ്കിൽ നഗര രാഷ്ട്രം എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ പോളിസ് എന്ന വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന പദം രൂപം കൊണ്ടത്. വീണ്ടും ആവർത്തിക്കുന്നു, നഗരരാഷ്ട്രം എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ പോളിസ് എന്ന വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന പദം രൂപം കൊണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് അരിസ്റ്റോട്ടിലിനെയാണ്. ടിക്ക് ചെയ്ത് പഠിക്കണേ. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ആധുനിക രാഷ്ട്രതന്ത്ര ശാസ്ത്രമുണ്ട്, അത് നിക്കോളോ മാക്കിയവെല്ലിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ഈ അരിസ്റ്റോട്ടിൽ ആദ്യമായി അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്രത്തെ പറ്റി ചർച്ച ചെയ്യുന്ന അരിസ്റ്റോട്ടിലിന്റെ പ്രശസ്തമായ കൃതിയാണ്
പൊളിറ്റിക്സ്. അപ്പൊ പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന പുസ്തകം ആരുടേതാണ്? അരിസ്റ്റോട്ടിലാണ്. ഈ അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയ കേന്ദ്രം പഠിക്കും. ലൈസിയം എന്നറിയപ്പെടുന്ന വിദ്യാലയ കേന്ദ്രം സ്ഥാപിച്ചത് അരിസ്റ്റോട്ടിലാണ്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, അക്കാഡമി എന്നറിയപ്പെടുന്ന വിദ്യാലയ കേന്ദ്രം ആരാ സ്ഥാപിച്ചത്? ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. അക്കാഡമി എന്ന വിദ്യാലയ കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഉത്തരം പ്ലേറ്റോയാ. അപ്പൊ ലൈസിയം തുടങ്ങിയത് അല്ലെങ്കിൽ ലൈസിയം ആരംഭിച്ചത് അരിസ്റ്റോട്ടിലും അക്കാഡമി ആരംഭിച്ചത് ആരാണ്? പ്ലേറ്റോയുമാണ്. അപ്പൊ പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്, അരിസ്റ്റോട്ടിലിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അടുത്തത്, ഈ പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന കൃതിക്ക് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യത്തെ കൃതി. ലോകത്തിൽ ആദ്യമായി രാഷ്ട്രം എന്താണ്, രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് എന്ന കൃതി ആരുടേതാണ്? അത് അരിസ്റ്റോട്ടിലിന്റേതാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം നിക്കോളോ മാക്കിയവെല്ലി. 2016 HSS സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ച ചോദ്യം, ആധുനിക രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് നിക്കോളോ മാക്കിയവെല്ലിയ. അപ്പൊ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലും ആധുനിക രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നിക്കോളോ മാക്കിയവെല്ലി. അദ്ദേഹം ഇറ്റാലിയൻ ചിന്തകനാണ്. നിക്കോളോ മാക്കിയവെല്ലി ഒരു ഇറ്റാലിയൻ ചിന്തകനാണ്. ഈ നിക്കോളോ മാക്കിയവെല്ലിക്ക് ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ പേര് ദി പ്രിൻസ് എന്നാണ്. അപ്പൊ ദി പ്രിൻസ് എന്ന കൃതി ആരുടേതാണ്? നിക്കോളോ മാക്കിയവെല്ലിയുടേതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, രാഷ്ട്രം എന്ന പദം ഈ പറയുന്ന നഗരരാഷ്ട്രം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഈ പറഞ്ഞ രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഇറ്റാലിയൻ ചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ്. ഉറപ്പായും ഒന്ന് ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറയുന്ന രാഷ്ട്രതന്ത്ര ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് രണ്ട് അപ്രോച്ചുകൾ നമുക്ക് പഠിക്കണം. രണ്ട് സമീപനങ്ങളാണ് ഉള്ളത്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ചും മറ്റൊന്ന് മോഡേൺ അപ്രോച്ചും. പരമ്പരാഗത സമീപനവും ആധുനിക സമീപനവും. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പരമ്പരാഗത സമീപനം എന്ന് വെച്ചാൽ എന്താ? ആദ്യകാലത്തുള്ള ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രതന്ത്ര ശാസ്ത്രം ഉണ്ടായത് ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ പറ്റി അല്ലെങ്കിൽ ചരിത്രത്തെ പറ്റി വിലയിരുത്തുന്നു, ചരിത്രത്തെ പറ്റി ചർച്ച ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള ആശയങ്ങളാണ് പരമ്പരാഗത സമീപനം അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ചിൽ ഉൾപ്പെടുത്തിയത്. എങ്കിൽ അതിൽ നിന്നെല്ലാം മാറി ഈ പറയുന്ന മനുഷ്യന്റെ വ്യവഹാരമാണ്, മനുഷ്യന്റെ രീതിയാണ് പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക മേഖലകളൊക്കെ ഉൾപ്പെടുത്തി ബിഹേവിയറലിസം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റാണ് ആധുനിക സമീപനത്തിൽ വരുന്നത്. അപ്പൊ രാഷ്ട്രതന്ത്ര ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് രണ്ട് സമീപനങ്ങൾ പഠിക്കണം. ഒന്ന് പരമ്പരാഗത സമീപനവും മറ്റൊന്ന് ആധുനിക സമീപനവും. അതിൽ പരമ്പരാഗത സമീപനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പ്ലേറ്റോയുടെ കാലഘട്ടം മുതൽ, പ്ലേറ്റോ എന്നറിയപ്പെടുന്ന ചിന്തകനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽ രണ്ടാം ലോക മഹായുദ്ധം, അതായത് രണ്ട് ലോകമഹായുദ്ധങ്ങൾ വരെ സ്വാധീനം ചെലുത്തിയിരുന്ന സമീപനത്തെ അറിയപ്പെടുന്ന പേരാണ് പരമ്പരാഗത സമീപനം. അപ്പൊ 1945 വരെ ഈ പറയുന്ന പ്ലേറ്റോയുടെ കാലഘട്ടം മുതൽ 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം. 1939 മുതൽ 1945 വരെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. ആ രണ്ട് ലോക മഹായുദ്ധങ്ങളെ വരെ സ്വാധീനം ചെലുത്തിയ സമീപനങ്ങളാണ് ഈ പറയുന്ന പരമ്പരാഗത സമീപനങ്ങൾ. ഈ പരമ്പരാഗത സമീപനത്തിൽ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഒന്ന് ചരിത്രപരമായ സമീപനം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, തത്വചിന്താപരമായ സമീപനം, ഫിലോസഫിക്കൽ അപ്രോച്ച്, സ്ഥാപനപരമായ സമീപനം, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്, നയാമിക സമീപനം അല്ലെങ്കിൽ ലീഗൽ അപ്രോച്ച്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. പരമ്പരാഗത സമീപനത്തിൽ ചരിത്ര ആശയങ്ങളെ മാത്രം സമീപനം എടുത്തു, അതിനെപ്പറ്റി മാത്രം പഠിച്ച് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ചരിത്രപരമായ സമീപനം എന്ന് പറയുന്നത്. തത്വചിന്ത ഫിലോസഫിയാണ് ഇംപ്ലിമെന്റ് ചെയ്തതെങ്കിൽ അതാണ് തത്വചിന്താപരമായ സമീപനം. സ്ഥാപനപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റിലേക്ക് പൊളിറ്റിക്കൽ സയൻസ് പോയിട്ടുണ്ടെങ്കിൽ അതാണ് സ്ഥാപനപരമായ സമീപനം. ദെൻ നിയമത്തെ പറ്റി, നിയമത്തിന്റെ വ്യവഹാരങ്ങളെ പറ്റിയൊക്കെ പഠിച്ചതിന്റെ പശ്ചാത്തലത്തിൽ എങ്ങോട്ടേക്ക്, പൊളിറ്റിക്കൽ സയൻസിലേക്ക് ആ ഒരു രീതിയിൽ പോയ സമീപനത്തിന്റെ പേരാണ് നയാമിക സമീപനം അല്ലെങ്കിൽ ലീഗൽ അപ്രോച്ച്. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട പരമ്പരാഗത സമീപനങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ചരിത്രപരമായ സമീപനം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, ഫിലോസഫിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ തത്വചിന്താപരമായ സമീപനം, സ്ഥാപനപരമായ സമീപനം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്, നയാമിക സമീപനം അല്ലെങ്കിൽ ലീഗൽ അപ്രോച്ച്. അതിൽ തന്നെ തത്വചിന്താപരമായ സമീപനം ഉണ്ടല്ലോ, ഈ പറയുന്ന ഫിലോസഫിക്കൽ അപ്രോച്ച്. ഈ ഫിലോസഫിക്കൽ അപ്രോച്ചിന്റെ സുപ്രധാന വക്താവ്, പ്രധാനപ്പെട്ട വക്താവ് എന്നറിയപ്പെടുന്നത് അത് ലിയോ സ്ട്രോസ് ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ, തത്വചിന്താപരമായ സമീപനം അല്ലെങ്കിൽ ഫിലോസഫിക്കൽ അപ്രോച്ചിന്റെ സുപ്രധാന വക്താവ് ആരാണ്? അത് ലിയോ സ്ട്രോസ് ആണ്.
ഇനി രണ്ടാമത്തതാണ് സ്ഥാപനപരമായ സമീപനം. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പ്രാചീന ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ ഈ സ്ഥാപനപരമായ സമീപനത്തെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിനെയാണ് പിന്തുടരുന്നത്. അതുമായി ബന്ധപ്പെട്ട വസ്തുത നമ്മൾ പഠിക്കണം. ഒപ്പം തന്നെ ആധുനിക രാഷ്ട്രതന്ത്ര ശാസ്ത്രജ്ഞരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജെയിംസ് ബ്രൈസ് എന്നറിയപ്പെടുന്ന വ്യക്തി, വാൾട്ടർ ബേഗ്ഹോട്ട് എന്നറിയപ്പെടുന്ന വ്യക്തി, ഹരോൾഡ് ലാസ്കി എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഈ പറയുന്ന സ്ഥാപനപരമായ സമീപനത്തെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിനെ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തവരാണ്. ഇനി മൂന്നാമത്തത് പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നയാമിക സമീപനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ സമീപനം, ഈ പറഞ്ഞ ലീഗൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ നിയമനിർമ്മാണത്തിന്, രാഷ്ട്രത്തിനുള്ളിലെ നിയമനിർമ്മാണത്തിന്, ആ നിയമനിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള നിയമനിർവഹണത്തിനുള്ള ഒരു സ്ഥാപനമായിട്ട് കണക്കാക്കുന്നുവെങ്കിൽ ആ സമീപനത്തെ അറിയപ്പെടുന്ന പേരാണ് നയാമിക സമീപനം അല്ലെങ്കിൽ ലീഗൽ അപ്രോച്ച്. അപ്പൊ സ്ഥാപനപരമായ സമീപനം എന്ന് പറഞ്ഞാൽ എന്താ? ആ രാഷ്ട്രത്തെ ഒരു സ്ഥാപനമായി കൺസിഡർ ചെയ്യുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതാണ് സ്ഥാപനപരമായ സമീപനം. തത്വചിന്താപരമായ സമീപനം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഫിലോസഫിക്കൽ കൺസെപ്റ്റിനെ പറ്റി കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്താൽ അല്ലെങ്കിൽ കൂടുതൽ പഠിച്ചാൽ അതാണ് തത്വചിന്താപരമായ സമീപനം. ദെൻ അതിൽ ചരിത്രപരമായ സമീപനം ഉണ്ടല്ലോ. എന്താ? പൊളിറ്റിക്കൽ സയൻസിന്റെ ചരിത്ര വസ്തുതകളെ പറ്റിയൊക്കെ പരിശോധിക്കുന്നതാണ് എന്ത്? ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ നയാമിക സമീപനം എന്ന് പറഞ്ഞാൽ, ഈ സമീപനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ എന്തായിട്ട് ഒരു നിയമനിർമ്മാണ സംവിധാനമായി, നമുക്ക് എല്ലാവർക്കും അറിയാം ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് പറയുമല്ലോ. അപ്പൊ ഒരു രാജ്യത്ത് എന്ത്? നിയമനിർമ്മാണത്തിന് വേണ്ടി, നിയമനിർവഹണത്തിന് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടായിരിക്കണം. ആ സ്ഥാപനമായിട്ട് എന്തിനെ? പൊളിറ്റിക്കൽ സയൻസിനെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ കണക്കാക്കണം എന്ന് പറയുന്ന സമീപനമാണ് നയാമിക സമീപനം. നീതിന്യായ സ്ഥാപനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മേഖലകളുമായിട്ടൊക്കെ ഈ പറയുന്ന നയാമിക സമീപനം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തി സിസറോ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ചിന്തകനാണ്. ജെയിൻ ബോഡിൻ, ഡൈസി, ജോൺ ഓഗസ്റ്റിൻ എന്നറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ചിന്തകർ ഈ പറയുന്ന നയാമിക സമീപനത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, അപ്പൊ ട്രഡീഷണൽ അപ്രോച്ച് ഇത്രയാണ്. ഇനി എങ്ങോട്ടേക്ക് വരണം? മോഡേൺ അപ്രോച്ച് വരണം. മോഡേൺ അപ്രോച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് പെരുമാറ്റ സിദ്ധാന്തം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബിഹേവിയറൽ അപ്രോച്ച് എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് പഠിക്കുമ്പോഴാണ് നമ്മൾ ബിഹേവിയറലിസത്തിന്റെ ഒരു ആശയത്തെ പറ്റി അല്ലെങ്കിൽ ബിഹേവിയറലിസം എന്താണ്, ബിഹേവിയറലിസത്തിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയത് പഠിക്കുന്നത്. ഇവിടെ ബിഹേവിയറലിസത്തിന്റെ പ്രധാനപ്പെട്ട വക്താവ് എന്നറിയപ്പെടുന്നത് അത് ഡേവിഡ് ഈസ്റ്റനാ. എന്താ ഡേവിഡ് ഈസ്റ്റനുമായി ബന്ധപ്പെട്ട വസ്തുത എന്താ? ഈ ബിഹേവിയറലിസത്തിന്റെ പ്രധാനപ്പെട്ട വക്താവ് ഇദ്ദേഹം പിൽക്കാലത്ത് ഇതിനെതിരെ വന്നു. ബിഹേവിയറലിസത്തിന് എതിരെ ഈ ഡേവിഡ് ഈസ്റ്റൻ വന്നു. ഈ ഡേവിഡ് ഈസ്റ്റനുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്, ക്രെഡോ ഓഫ് റിലവൻസ്. ആരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അത് ഡേവിഡ് ഈസ്റ്റനുമായി ബന്ധപ്പെട്ട ക്രെഡോ ഓഫ് റിലവൻസ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അത് അവിടെ നിൽക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കാം. അപ്പൊ ഇവിടെ എന്താ പെരുമാറ്റ സിദ്ധാന്തം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു ബിഹേവിയർ ഉണ്ട് അന്നല്ലോ. ഇപ്പൊ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിലെ ശാസ്ത്രീയമായ വിശകലനത്തിന്, സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷന് ആധുനിക വീക്ഷണങ്ങൾ ഏറ്റവും പ്രാമുഖ്യം നൽകുന്നു. അപ്പൊ ആദ്യകാലത്ത് ഈ പറഞ്ഞ ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തിനോ, ഈ പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റിനോ, സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോ ഒന്നും പ്രയോറിറ്റി കൊടുത്തില്ല എങ്കിൽ അതിന് ബദലായിട്ട് മോഡേൺ അപ്രോച്ചിൽ എന്തിന് പ്രാധാന്യം കൊടുത്തു? ശാസ്ത്രീയമായിട്ടുള്ള വിശകലനം. അതെന്താണ്? സയന്റിഫിക് ഫാക്ട് എന്താണ്, സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ അത് ഡിസ്കസ് ചെയ്ത് അതിൽ കൂടെ ഒരു വിശകലനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മാത്രം എടുക്കുന്ന രീതിയാണ് മോഡേൺ അപ്രോച്ച്. ആ മോഡേൺ അപ്രോച്ചിൽ ഒരു കൺസെപ്റ്റ് ആണ് പെരുമാറ്റ സിദ്ധാന്തം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച്. അതായത് വേറെ ഒന്നുമില്ല, അതൊരു മാറ്റമാണ്. ട്രഡീഷണൽ അപ്രോച്ച് ആയിട്ടുള്ള ഈ പറയുന്ന ലീഗൽ അപ്രോച്ചിൽ പോലും ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പൊ ശാസ്ത്രീയമായ വിശകലനത്തെ പറ്റി പറയുന്നത് ഈ മോഡേൺ അപ്രോച്ചിലെ ഈ പറയുന്ന ബിഹേവിയറൽ അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തെ തുടർന്ന് ഉയർന്നു വന്ന ആദ്യ സമീപനം ഏതെന്ന് ചോദിച്ചാൽ അത് ബിഹേവിയറലിസം അല്ലെങ്കിൽ പെരുമാറ്റ സിദ്ധാന്തമാണ്. അപ്പൊ ബിഹേവിയറലിസത്തിന്റെ പ്രധാന വക്താവായിട്ട് അറിയപ്പെടുന്നത് അത് ഡേവിഡ് ഈസ്റ്റനാണ്. ഇനി നമ്മൾ ഈ പറയുന്ന സമീപനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ വളരെ നിർണായകമായ ഒരു സമീപനമാണ് മാർക്സിയൻ സമീപനം. നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ എന്തുണ്ട്? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾപ്പെട്ടതാണ്. വേറെ ഒന്നുമില്ല, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അപഗ്രഥനമാണ് ഈ മാർക്സിയൻ ചിന്തകർ നടത്തുന്നത്. അപ്പൊ ഈ പറയുന്ന ഏത് സമീപനം എടുത്താലും അവിടെ കുറച്ച് ചിന്തകർ കാണും. മാർക്സിയൻ സമീപനത്തിലും ചിന്തകരുണ്ട്. ഈ പറയുന്ന കാറൽ മാർക്സ്, ഫെഡറിക് ഏംഗൽസ് എന്നിവർ ചേർന്ന്
19-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ചിന്തകനായ കാർൽ മാക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്നാണ് ഈ മാർക്സിയൻ സമീപന സിദ്ധാന്തം രൂപീകരിച്ചത്. അപ്പൊ അതിൽ ഈ പറയുന്ന മാർക്സിയൻ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ മാർക്സിയൻ സമീപനത്തിൽ എന്തുൾപ്പെടും? കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾപ്പെടും. എന്താ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ പറയുന്ന സിനിമകളെ കാണുമ്പോൾ ഒരു ലോജിക്കായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങൾക്ക് ഒരു ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു, നിങ്ങളുടെ വിശപ്പ് അടങ്ങിയെന്നിരിക്കട്ടെ. ഇനി മിച്ചമുള്ള ഭക്ഷണം മറ്റുള്ളവർക്കാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമയിലെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഇത് തന്നെയാണ് ഈ കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിന്റെ പ്രവർത്തന തത്വം. അതായത് ഇപ്പൊ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് 2 പ്ലേറ്റ് ചോറാണ് കൊടുക്കുന്നതെങ്കിൽ 1/2 പ്ലേറ്റ് ചോറ് കഴിച്ചപ്പം അവന്റെ ഭക്ഷണത്തിന്റെ അവന്റെ ഈ പറയുന്ന വിശപ്പ് തീർന്നു എങ്കിൽ ബാക്കിയുള്ള ഭക്ഷണം ആർക്കാണ്? മറ്റൊരാൾക്കാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഓരോ വ്യക്തികൾക്കും അവന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ കൊടുക്കുക. അത് അധികമുള്ളത് മറ്റൊരാൾക്കായിരിക്കും. അതല്ലാതെ എല്ലാം ഒരാളിലേക്ക്, എല്ലാം ഒരു വിഭാഗത്തിലേക്ക്, എല്ലാം ഒരു കാറ്റഗറിയിലേക്ക് പോകാതെ എല്ലാവർക്കും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ഈ കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിനുള്ളത്, അല്ലെങ്കിൽ മാർക്സിയൻ ചിന്തകൾക്കുള്ളത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കുക. കമ്മ്യൂണിസ്റ്റ് സമൂഹം എന്ന് പറഞ്ഞാൽ പൊതു ഉടമസ്ഥതയിൽ അധിഷ്ഠിതമാണ്. എല്ലായ്പ്പോഴും ഒരു പൊതു ഉടമസ്ഥ എന്ന് വെച്ചാൽ ഒരു സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നൊക്കെ നമ്മൾ പറയും. കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഒരു കേന്ദ്രീകൃത ഉടമസ്ഥത ഉണ്ടാകും. ആ ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ ഓണർഷിപ്പ് വരുത്തുന്നത്. രാഷ്ട്രരഹിതവും വർഗരഹിതവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ. രാഷ്ട്രമില്ല, വർഗമില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ വർഗം മാത്രം, ഭൂമി എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രം മാത്രം. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഈ പറഞ്ഞ മാർക്സിയൻ സമീപനം. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിന്റെ പ്രവർത്തന തത്വം. ഈ കമ്മ്യൂണിസ്റ്റ് സമീപനവുമായി ബന്ധപ്പെട്ട് 19-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ചിന്തകനായ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാർൽ മാക്സ്. ഈ കാർൽ മാക്സിന്റെ ആണ് ദസ് ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടന്റ്. ഈ കാർൽ മാക്സ് ആണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവായിട്ട് പറയപ്പെടുന്നത്. നമ്മൾ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ 3 സമ്പദ് വ്യവസ്ഥകളെ പറ്റി പഠിക്കാറുണ്ട്. ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അതിൽ NCERT സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന 3 പോയിന്റ് അങ്ങോട്ട് പറഞ്ഞു തരുവാണ്, വേറെ ഒന്നുമില്ല. ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെന്ന് ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്. അതായത് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ മലയാള പരിഭാഷയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മറ്റൊരു പേര് ഈ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ. രണ്ടാമത്തെയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കോണമി, കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ. അതിന്റെ മറ്റൊരു പേരാണ് കമാൻഡ് എക്കോണമി. മറക്കല്ലേ, കമാൻഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഓക്കെ. ദെൻ മൂന്നാമത്തതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമി. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാ. അമേരിക്ക ഫോളോ ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാ. കാനഡ ഫോളോ ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാ. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ചൈന, ക്യൂബ, റഷ്യ, പഴയ USSR എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ റഷ്യയൊക്കെ ഫോളോ ചെയ്തതെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് തിയറി ആയിട്ട് പഠിക്കുമ്പോൾ അവരിപ്പോഴും എന്ത് ഫോളോ ചെയ്യുന്ന സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. വീണ്ടും ആവർത്തിക്കുന്നു, അതൊരു എതിർക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് 3 നമ്മൾ പഠിക്കുന്നുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അതിൽ മത്സര പരീക്ഷയ്ക്ക് വേണ്ട കണ്ടന്റ് എന്തോന്നറിയോ? ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് കാൾ മാർക്സ്, മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഏറ്റവും പ്രധാനം ആഡം സ്മിത്തിന്റെ പുസ്തകത്തിന്റെ പേര് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ്. 1776 അദ്ദേഹം ആ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരിക. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക, അതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ ഓരോന്നും വായിച്ചു തരുവാണ്. 1, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു രാഷ്ട്രമുണ്ട്. ഇന്ത്യ ഒരു രാഷ്ട്രമാണോ? ആണ്. കേരളം ഒരു രാഷ്ട്രമാണോ? അല്ല. തമിഴ്നാട് ഒരു രാഷ്ട്രമാണോ? അല്ല. പഞ്ചാബ് ഒരു രാഷ്ട്രമാണോ? അല്ല. പക്ഷെ ഇന്ത്യ ഒരു രാഷ്ട്രമാണ്. പാകിസ്ഥാൻ ഒരു രാഷ്ട്രമാണ്. ശ്രീലങ്ക ഒരു രാഷ്ട്രമാണ്. അമേരിക്ക ഒരു രാഷ്ട്രമാണ്. എന്തുവാണെന്ന് പറഞ്ഞുതരാം. 4 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം ഒരു രാഷ്ട്രത്തിന്. 1, ഭൂപ്രദേശം. 2, ജനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളാണ്. രണ്ടാമത്തെ ഭൂപ്രദേശം, മൂന്നാമത്തെ ഗവൺമെന്റ്, നാലാമത്തെ പരമാധികാരം. നോക്കൂ, കേരളത്തെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു.
കേരളം 14 ജില്ലകളുള്ള കേരളം, പ്രബുദ്ധ കേരളം എന്ന് ഞാനും നിങ്ങൾ ഊറ്റം കൊള്ളുന്ന കേരളം, നമ്പർ 1 കേരളം എന്നൊക്കെ പറയപ്പെടുന്ന കേരളം, അതിൽ 14 ജില്ലയുണ്ടല്ലോ. ഈ 14 ജില്ലയ്ക്കും ആയിട്ടും കേരളത്തിന് മൊത്തമായിട്ടൊരു ഇതുണ്ട്, ഒരു ഭൂപ്രകൃതി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു ഭൂപ്രദേശമുണ്ട്. ഓക്കെ, ആ ഭൂപ്രദേശത്തിന്റെ അതിർത്തിക്കുള്ളിലാണ് കേരളമുള്ളത്. അപ്പം ഒന്നാമത്തെയായി. ഇനി കേരളത്തിനകത്ത് ജനങ്ങളുണ്ട്, ഞാനും നിങ്ങളൊക്കെ ജനങ്ങളാണ്. അപ്പൊ ജനങ്ങളുണ്ട്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ഫാക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന എന്ത്, ഒരു പ്രദേശമുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തത് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. പിണറായി വിജയൻ മന്ത്രിസഭ, പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. നാലാമത്തെ പരമാധികാരം ഉണ്ടോ? ഇല്ല. പരമാധികാരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പിണറായി വിജയൻ മന്ത്രിസഭയെ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ മറ്റാർക്കും അധികാരമില്ല. എങ്കിൽ അതിനെ നമ്മൾ പരമാധികാരം എന്ന് പറയും. പരമാധികാരം 2 തരത്തിലുണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഇവിടെ കേരളത്തിനതില്ല, തമിഴ്നാടിനതില്ല. പക്ഷേ ഇനി ഇന്ത്യയിലേക്ക് വന്നു. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വൈവിധ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു. ഇന്ത്യയിൽ ഒരു ഭൂപ്രദേശമുണ്ട്. ഇന്ത്യയിൽ ആകെ ഒരു ജനങ്ങളുണ്ട് എല്ലായിടത്തും. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനമാണ് ഡെമോഗ്രാഫി. ഓക്കെ, ജനങ്ങളുണ്ട് ഒന്ന്. രണ്ടാമത്തെ, ഈ ജനങ്ങൾക്കെല്ലാം സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള സൗകര്യമുണ്ട്, സ്ഥലമുണ്ട്. ദെൻ നമ്മളെ ചുറ്റി ഒരു ഭൂപ്രദേശമുണ്ട്, നമുക്കൊരു ടെറിട്ടറി ഉള്ള ഒരു ഭൂപ്രദേശമുണ്ട്. 2. 3, ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. ആ കേന്ദ്ര ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിക്ക് 2 പുസ്തകങ്ങളുണ്ട്, എക്സാം വാരിയേഴ്സും ലെറ്റേഴ്സും മദറും. നാലാമത്തെ ഫാക്ട്, ഇന്ത്യക്ക് ഒരു പരമാധികാരമുണ്ട്. ശരിയാ, ഇന്ത്യക്ക് ഒരു പരമാധികാരമുണ്ട്. കേരളത്തിന് പരമാധികാരമുണ്ടോ? ഇല്ല. കേരളത്തിന് അധികാരമുണ്ട്, കേരളത്തിന് പരമാധികാരമില്ല. ഇന്ത്യക്ക് അധികാരമുണ്ട്, പരമാധികാരമുണ്ട്. അപ്പൊ ഈ 4 ആശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രമാകത്തുള്ളൂ. അപ്പോൾ ഒരു നിശ്ചിത ഭൂപ്രദേശം സ്ഥിരമായി അധിവസിക്കുന്നവർ, ഞാനും നിങ്ങളുമുള്ള ജനങ്ങൾ, പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനതയെ അറിയപ്പെടുന്ന പേരാണ് രാഷ്ട്രം. ശരിയാണ്, ഇങ്ങനെ വായിച്ചു പോയാൽ മതി. അടുത്തത്, രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി. തെറ്റ്. രാഷ്ട്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നിക്കോളോ മാക്കിയവെല്ലിയാണ്. അദ്ദേഹം ഇറ്റാലിയൻ ചിന്തകനാണ്, ആധുനിക രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ഈ പറഞ്ഞ നിക്കോളോ മാക്കിയവെല്ലി അറിയപ്പെടുന്നു. ഓക്കെ ആണോ? ദെൻ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ, രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുകയാണെന്ന് പറഞ്ഞത് ജെർമി ബെന്താമ. ശരിയാണ്, അദ്ദേഹം ഈ ജെർമി ബെന്താമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, യൂട്ടിലിറ്റി തിയറിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് അത് ജെർമി ബെന്താമാണ്. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നു, രാഷ്ട്രം എന്നത് ഭൂമിയിലെ ദൈവത്തിന്റെ പര്യടനമാണ് എന്ന് പറഞ്ഞത് GWF ഹെഗലാണ് രാഷ്ട്രം എന്നത് ഭൂമിയിലെ ദൈവത്തിന്റെ പര്യടനമാണ് എന്ന് പറഞ്ഞത്. അപ്പം തെറ്റായ പ്രസ്താവന ഏതാ? ഓപ്ഷൻ ബി ആ. രാഷ്ട്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി അല്ല. ആരാണ് ഉപയോഗിച്ചത്? നിക്കോളോ മാക്കിയവെല്ലി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ജനങ്ങൾ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ജനങ്ങൾ. രണ്ടാമത്തെ, ഒരു ഭൂപ്രദേശം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ, ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കണം. 4, പരമാധികാരം അല്ലെങ്കിൽ സോവറിനിറ്റി. സുപ്രാനസ് എന്നറിയപ്പെടുന്ന പദത്തിൽ നിന്നാണ് സോവറിനിറ്റി എന്നറിയപ്പെടുന്ന വാക്കുണ്ടാവുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാം. ഇനി അവിടെ രാഷ്ട്രം എന്ന് പറയുന്ന പദത്തിന് പകരമായി നമ്മളൊരു വാക്ക് ഉപയോഗിക്കും, സ്റ്റേറ്റ്, നഗര രാഷ്ട്രം, സിറ്റി സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ രാഷ്ട്രം എന്ന് പറയുന്ന വാക്കിന് പകരം നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലും 4-ലും രാഷ്ട്രം എന്ന വാക്കിനെ വലിയൊരു അർത്ഥം കൊടുക്കുന്നുണ്ട്. ആ അർത്ഥം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയത്തിന്, സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്കിന് ഒരു വലിയൊരു വൈഡ് സെൻസാണ് കൊടുത്തേക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 12-ൽ സ്റ്റേറ്റിന് നിർവചനത്തെ പറ്റിയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 1 എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാ പറയുന്നത്. അങ്ങനെ ഓരോ ആർട്ടിക്കിൾ നമ്മൾ പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 12-ൽ പ്രതിപാദിക്കുന്നത് സ്റ്റേറ്റിന്റെ നിർവചനത്തെ പറ്റിയാണ്. അപ്പൊ എന്താണ് വട്ട് യു മീൻ ബൈ സ്റ്റേറ്റ്? നിങ്ങൾ HSA സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതി ആദ്യം 1ാം റാങ്ക് കിട്ടി, 2ാം റാങ്ക് കിട്ടി, 3ാം റാങ്ക് കിട്ടി, ജോലി കയറുന്ന സമയത്ത് നിങ്ങളോട് ഒരു ഹൈസ്കൂൾ ഒരു പയ്യൻ വന്ന് ചോദിക്കുവാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുഞ്ഞ് അല്ലെങ്കിൽ പെൺകുഞ്ഞ് വന്ന് ചോദിക്കുവാണ്, എന്താ ടീച്ചറായി ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റണം, കേന്ദ്ര ഗവൺമെന്റിന്റെ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ്, സംസ്ഥാന ഗവൺമെന്റിന്റെ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ കാര്യം എന്ന് വെച്ചാൽ ലെജിസ്ലേച്ചർ,
എക്സിക്യൂട്ടീവ് വിഭാഗം എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗം. അതേപോലെ സംസ്ഥാന ഗവൺമെന്റുകളുടെ നിയമനിർമ്മാണ കാര്യം ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ്. ദെൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തദ്ദേശ അധികാരികൾ, പഞ്ചായത്ത്, ഈ പറയുന്ന LIC, ONGC, സെയിൽ തുടങ്ങിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി അധികാരികളെല്ലാം ചേരുന്നതാണ് എന്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ നിർത്തരുത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്. അപ്പൊ ഞാൻ എടുത്തു പറയുന്നു, അവിടെ ആരില്ല? ജുഡീഷ്യറി വരത്തില്ല. ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അവിടെ ജുഡീഷ്യറി വരുന്നില്ല. പറഞ്ഞ മനസ്സിലായ? നമ്മൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പഠിക്കുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട കണ്ടന്റ് കിട്ടിയല്ലോ. അപ്പം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും എവിടെ വരും? ഈ പറയുന്ന സ്റ്റേറ്റിൽ വരും. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തമിഴ്നാട് സ്റ്റേറ്റ്, തമിഴ്നാട് സംസ്ഥാനം മാത്രമല്ല, കേരള സംസ്ഥാനം മാത്രമല്ല, കർണാടക സംസ്ഥാനം മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് വരും. സംസ്ഥാന ഗവൺമെന്റുകളുടെ 28 സംസ്ഥാനങ്ങളുമുണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടെങ്കിൽ ആ പറയുന്ന സ്റ്റേറ്റുകളുടെയും യൂണിയൻ ടെറിട്ടറിയുടെയും ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് വരുമെന്നേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരും, പഞ്ചായത്ത്, തദ്ദേശ അധികാരികൾ വരും, LIC, ONGC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന സെയിൽ, ONGC തുടങ്ങിയുള്ള സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി അധികാരികളൊക്കെ വരും. ഇതിൽ സെയിലിനൊരു ചോദ്യമുണ്ട് കേട്ടോ. സെയിലിന്റെ പ്രത്യേകത ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാല, ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാല അത് സെയിലാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയിൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. വീണ്ടും ആവർത്തിച്ച് പറയുക, ഇന്ത്യയിൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനം ചോദിച്ചാൽ അത് കറണ്ട് അഫയേഴ്സ് അപ്ഡേഷനാണ്. നേരത്തെ IOC ആയിരുന്നു, ഇപ്പോൾ ONGC ആണ്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ലാഭകരം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഓയിലും ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കുമല്ലോ. അപ്പം ഒന്നെങ്കിൽ IOC അല്ലെങ്കിൽ ONGC. ഓക്കെ, രണ്ടിൽ ഏതാണോ അത്. രണ്ടാലും കറണ്ട് അഫയേഴ്സ് അനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. then ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ സെയിലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു രാഷ്ട്രത്തിന് വേണ്ട അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് നമ്മൾ പറഞ്ഞത് ഭൂപ്രദേശം. ഇപ്പൊ നോക്കൂ, കേരളത്തിന്റെ ഭൂപ്രദേശം എടുക്കുവാണെങ്കിൽ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടലാണ്, കേരളത്തിന്റെ കിഴക്ക് ഭാഗം പശ്ചിമഘട്ടമാണ്, കേരളത്തിന്റെ വടക്ക് ഭാഗം തെക്ക് ഭാഗം നമ്മൾ അതിർത്തി പറയും. ഇതേപോലെ ഒരു രാജ്യത്തെ എടുക്കുമ്പോൾ ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന മഹാരാജ്യത്തെ എടുക്കുമ്പോൾ ഇന്ത്യയുടെ 3 ഭാഗവും സമുദ്രമാണ്. ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കരയുള്ളത്. അതായത് എവിടെയാണ്? വടക്ക് ഭാഗത്താണ്. അപ്പൊ സമുദ്ര സാമീപ്യമുള്ള ഇന്ത്യയുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ 3 പ്രദേശങ്ങളാണ്. സമുദ്ര സാമീപ്യം ഇല്ലാതെ ഇന്ത്യയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ അത് വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗം മാത്രമേ ഉള്ളൂ സമുദ്രത്തിന്റെ സാമീപ്യം ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലോട്ട് ടച്ച് ചെയ്ത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റയിൽ അവസാനിക്കുന്നതാണ് ഇന്ത്യയുടെ കടൽ തീരം. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തീരപ്രദേശത്ത് നിന്നും, ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, 12 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 22 കിലോമീറ്റർ, 12 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 22 കിലോമീറ്റർ വരെയുള്ള കടലിനെയാണ് ഒരു രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ അമേരിക്ക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ നിങ്ങൾ എടുത്തു, ആ രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ തീരപ്രദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ എന്ന 22 കിലോമീറ്റർ കടലിനെയാണ് അതിന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറഞ്ഞ രാഷ്ട്ര രൂപീകരണ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായും പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക. ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ഇന്ത്യയിലെ ഒരു പൗരനാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഒരു വ്യക്തി ജീവിക്കുന്നുവെങ്കിൽ ആ അമേരിക്കയിലെ ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നത് ആ രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതലയാണ്. അങ്ങനെ ആ പ്രധാനപ്പെട്ട ചുമതലയായി കണക്കാക്കിയ 2 ഗ്രീക്ക് ചിന്തകരാണ്, ഒന്ന് പ്ലേറ്റോയും മറ്റൊന്ന് അരിസ്റ്റോട്ടിലും. പ്ലേറ്റോയുടെ വിദ്യാലയ കേന്ദ്രത്തിന്റെ പേരാണ് അക്കാഡമി, അരിസ്റ്റോട്ടിലിന്റെ വിദ്യാലയ കേന്ദ്രത്തിന്റെ പേരാണ് ലൈസിയം. ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം നിർണായകമായി പഠിക്കേണ്ട വസ്തുത, 4 പ്രധാനപ്പെട്ട രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തത്തെ പറ്റി നമ്മൾ പഠിക്കും. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവദത്ത സിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, ശക്തി സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം. വീണ്ടും ആവർത്തിക്കുന്നു, ഒന്നാമത്തെ എന്തോ ഞാൻ പറഞ്ഞേ, ദൈവദത്ത സിദ്ധാന്തം. രണ്ടാമത്തത്
സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, മൂന്നാമത്തത് ശക്തി സിദ്ധാന്തം, 4 പരിണാമ സിദ്ധാന്തം. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ 4 സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പരിണാമ സിദ്ധാന്തം. ഓക്കെ, വേറെ ഒന്നുമില്ല. രാഷ്ട്രം എങ്ങനെ രൂപീകരിച്ചു? ഈ പറയുന്ന സാമൂഹ്യ പരിണാമ പ്രവർത്തനത്തിലൂടെ രൂപീകരിച്ചതാണ് അല്ലെങ്കിൽ ഉണ്ടായതാണ് രാഷ്ട്രം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ സിദ്ധാന്തം പരിണാമ സിദ്ധാന്തം. ദൈവദത്ത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ദൈവം രാഷ്ട്രത്തെ രൂപീകരിച്ചു. അപ്പൊ ദൈവം രാഷ്ട്രത്തെ രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിലെ ഭരണാധികാരികളെല്ലാം ദൈവത്തിന് തുല്യരായിരിക്കും എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ദൈവദത്ത സിദ്ധാന്തം. then സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രമുണ്ടായി എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശക്തി സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ശക്തിയുള്ളവൻ ദുർബലരായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം അല്ലെങ്കിൽ അവകാശം സ്ഥാപിക്കുന്നു. അങ്ങനെ എന്തുണ്ടാവുന്നു? രാഷ്ട്രം ഉണ്ടാവുന്നു. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 2 രാജ്യങ്ങളെ നമ്മൾ എടുക്കുക. ഏറ്റവും ശക്തിയേറിയ ഒരു രാജ്യം ഈ പറയുന്ന ആയുധബലം കൊണ്ടും അല്ലെങ്കിൽ സൈനിക ബലം കൊണ്ടും ഒക്കെ വളരെ ശക്തനായിട്ടുള്ള ഒരു രാജ്യം ശ്രീലങ്ക എന്നറിയപ്പെടുന്ന നമ്മുടെ അയൽ രാജ്യത്തെ ആക്രമിക്കുക. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്ക തോറ്റുപോകുന്നു. അപ്പൊ ശ്രീലങ്ക ശക്തി കുറഞ്ഞ ഒരു വീക്കായിട്ടുള്ള രാജ്യമാണെങ്കിൽ ആ വീക്കായ രാജ്യത്തിന് മുകളിൽ വേറൊരു രാജ്യം, ശക്തരായിട്ടുള്ള രാജ്യം എന്ത് ചെയ്യുന്നു? അവരുടെ ഭരണം അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ രാഷ്ട്രമുണ്ടാകാം. ആദ്യകാലത്തെ കേസാ പറയുന്നത്, ഇപ്പോഴത്തെ അല്ല. ആദ്യകാലത്ത് അങ്ങനെ രാഷ്ട്രങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ശക്തി സിദ്ധാന്തം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായ സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചാൽ പരിണാമ സിദ്ധാന്തമാണ്. ഈ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തമൊക്കെ SCERT സ്കൂൾ ടെക്സ്റ്റ് കൊടുത്തപ്പോൾ അവിടെ ഒരു സാമൂഹിക ഉടമ്പടിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1215 ജൂൺ 15 ജോൺ രാജാവ് റണ്ണീമീഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ലോകത്തിൽ ആദ്യത്തെ അവകാശ പത്രിക ഒപ്പുവെച്ചു. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പൗരസമൂഹത്തെ പറ്റിയ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നമ്മളെ കുഴപ്പിച്ച് കളയുന്ന ഒരു വസ്തുതയാണ് പൗരസമൂഹം എന്താണ്, പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്, പൗരസമൂഹത്തിൽ ഉൾപ്പെടാത്ത ആരൊക്കെയാണ്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണം. പൗരസമൂഹം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, അതിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. രാഷ്ട്രീയ കക്ഷികൾ, മാധ്യമ സ്ഥാപനങ്ങൾ, ഇപ്പൊ ഈ പറയുന്ന ഏത് ന്യൂസ് ചാനലുകളായിക്കോട്ടെ അവർ മാധ്യമ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പത്രങ്ങൾ, തൊഴിലാളി സംഘടനകൾ, ഗവൺമെന്റേതര സംഘടനകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, NGO, മതസംഘടനകൾ, ഇതെല്ലാം വരുന്നത് പൗരസമൂഹത്തിലാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഗവൺമെന്റേതര സംഘടനകളാണ് പൗരസമൂഹത്തിൽ വരുന്നത്. അപ്പൊ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഉണ്ടെങ്കിൽ അത് പൗരസമൂഹത്തിൽ വരില്ല. ഗവൺമെന്റ് പൗരസമൂഹമാണോ? അല്ല. പൗരൻ ഈ പറയുന്ന ഞാന് പൗരസമൂഹമാണോ? അല്ല. കുടുംബത്തിന്റെ സ്വകാര്യ മണ്ഡലത്തിനപ്പുറമുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് ഒരു സ്വകാര്യ മണ്ഡലമുണ്ട്. അതിന് പുറത്ത് രാഷ്ട്രത്തിനും വിപണിക്കും പുറത്തുള്ള വിശാലമായിട്ടൊരു മേഖലയുണ്ട്. അതിനെയാണ് നമ്മൾ പൗര സമൂഹം എന്ന് വിളിക്കുന്നത്. പൗരസമൂഹം എന്ന് പറഞ്ഞാൽ രാഷ്ട്രമല്ല, വിപണിയേതര പൊതുമണ്ഡലത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ രാഷ്ട്രം വരത്തില്ല, വിപണിയും വരത്തില്ല. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, എങ്ങനെയാണ് ഒരു പൗരസമൂഹം ഉണ്ടാകുന്നത്? അതായത് ഇതിനകത്ത് ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിലധികം വ്യക്തികൾ സ്വമേധയാ ഒത്തുചേരും. അതിൽ സ്ഥാപനങ്ങളുണ്ടാവും, സംഘടനകളുണ്ടാവും. അങ്ങനെ സ്ഥാപനങ്ങളും സംഘടനകളെ രൂപീകരിക്കുകയാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് പൗരസമൂഹം. പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നവര് രാഷ്ട്രീയ കക്ഷികളുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, തൊഴിലാളി സംഘടനകളുണ്ട്, ഗവൺമെന്റേതര സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ആകാശവാണി പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നതാണോ? അല്ല. ആകാശവാണി എന്ന് പറഞ്ഞാൽ ആരാ നിയന്ത്രിക്കുന്നത്? ഗവൺമെന്റാണ് നിയന്ത്രിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നു. ഗവൺമെന്റിന് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതിനകത്ത് വരുന്നത് പൗരസമൂഹത്തിൽ ഉൾപ്പെടുത്തത്തില്ല. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ? ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയുക, ഒരു എക്സാമ്പിൾ പറയുക, ഒരു കാർ നിർമ്മാണ യൂണിറ്റിനെ പറ്റി പറയുക എങ്കിൽ കാർ നിർമ്മാണ യൂണിറ്റ് ഒരിക്കലും ഒരു പൗരസമൂഹമല്ല. പക്ഷേ കാർ നിർമ്മാണ യൂണിറ്റിൽ ആരുണ്ട് എങ്കിൽ ഈ പറയുന്ന തൊഴിലാളി സംഘടനകൾ ഉണ്ടെങ്കിൽ അത് പൗരസമൂഹത്തിൽ വരുന്നത്. ഓക്കെ ആണോ? ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാം. താഴെ പറയുന്നത് രാഷ്ട്രത്തിന്റെ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതലകളിൽ പെടാത്തത് ഏത്? അപ്പൊ ഇവിടെ രാഷ്ട്രത്തിന് പ്രധാനമായിട്ട് 2 ചുമതലകളാണ്. ഒന്ന് നിർബന്ധിത ചുമതലകളുണ്ട്, വിവേചനപരമായ ചുമതലകളുമുണ്ട്.
ഇപ്പൊ നിർബന്ധിത ചുമതല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും, അതായത് രാജ്യം സാമ്പത്തികമായിട്ട് ഉന്നമനമായിക്കോട്ടെ, സാമ്പത്തികമില്ലായ്മ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഉറപ്പായും പൊതുജനങ്ങൾക്ക്, അവിടുത്തെ രാജ്യത്തെ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക്, പൗരർക്ക് നൽകേണ്ട ചുമതലകൾ അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട കാര്യങ്ങളെയാണ് നമ്മൾ നിർബന്ധിത ചുമതലകൾ എന്ന് പറയുന്നത്. നോക്കിയേ, ഒരു രാജ്യത്തെ നിങ്ങൾ എടുത്തു, ഒരു എക്സാമ്പിൾ നമ്മുടെ വീടിനെ നിങ്ങൾ എടുത്തു. ആ വീട്ടിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന, നമ്മുടെ പുരയിടം നിൽക്കുന്ന അതിർത്തി സംരക്ഷിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തന്നെയാണ് ഒരു രാജ്യത്തും, ഒരു രാഷ്ട്രത്തിന്റെ നിർബന്ധ ചുമതലയിൽ പെടുന്നത് അതിർത്തി സംരക്ഷണമാണ്. ദെൻ അവിടുത്തെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കണം. കാരണം ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണം. ആ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും നീതി നടപ്പാക്കണം. അപ്പൊ അതിർത്തി സംരക്ഷണം, അവകാശ സംരക്ഷണം, നീതി, ന്യായം എന്നിവ നടപ്പാക്കലൊക്കെ ഒരു രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതലയിൽ പെടുന്നതാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നിർബന്ധിത ചുമതലയല്ല, അത് വിവേചനപരമായ ചുമതലയാണ്. പൈസ ഉണ്ടെങ്കിൽ ആരോഗ്യം സംരക്ഷിച്ചാൽ മതി. ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിരത ബെറ്റർ ആണെങ്കിൽ ആരോഗ്യ സംരക്ഷണം നടത്തിയാൽ മതി. ഇല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം നടത്തേണ്ട ആവശ്യമില്ല. നിർബന്ധമായി പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ അതിർത്തി സംരക്ഷിക്കണം, അവകാശങ്ങൾ സംരക്ഷിക്കണം, നീതി നടപ്പാക്കണം. പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിർബന്ധിത ചുമതലകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അതിർത്തി സംരക്ഷണം ഉറപ്പായിട്ടും ചെയ്യേണ്ടത്, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ, ഇതൊക്കെ നിർബന്ധിത ചുമതലയിൽ വരുന്നതാണ്. വിവേചനപരമായ ചുമതലയിൽ വരുന്നതാണ് ആരോഗ്യ സംരക്ഷണം നൽകുക, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഗതാഗത സൗകര്യം ഒഴിവാക്കുക. നോക്കൂ, മെട്രോ ട്രെയിൻ സംവിധാനം വരുന്നു. കേരളത്തിൽ 3ാമത്തെ മെട്രോ റെയിൽ സംവിധാനം വരുന്നു, മെട്രോ ട്രെയിൻ വരുന്നു. അപ്പൊ അതൊരു ഗതാഗത സൗകര്യമാണ്. വേണമെങ്കിൽ കൊടുത്താൽ മതി. വിവേചനപരമായ ചുമതലയാണ്, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, ഒക്കെയാണോ? പക്ഷെ നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട ചുമതല ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കണം, നിർബന്ധിത ചുമതലയാണ്. ആഭ്യന്തര സമാധാനം, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ആഭ്യന്തരപരമായിട്ടുള്ള സമാധാനം ഉണ്ടാക്കണം. ഇന്ത്യയിൽ ഓരോ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. ഇന്ത്യയിൽ ഓരോ ജനങ്ങളുടെ നീതി, അവർക്ക് ആവശ്യമായിട്ടുള്ള നീതി നടപ്പാക്കി കൊടുക്കണം. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധിത ചുമതലയിൽ ഇരുന്നെയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് വേണ്ട എന്തുവാ ഇതിനകത്ത് ആൻസറായിട്ട് വരും? താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതലയിൽ പെടുന്നത് ഏതാണ്? ചുമതലയിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആരോഗ്യ സംരക്ഷണമാണ്. ബാക്കിയുള്ള അതിർത്തി സംരക്ഷണമായിക്കോട്ടെ, അവകാശ സംരക്ഷണമായിക്കോട്ടെ, നീതി നടപ്പാക്കലായിക്കോട്ടെ, ഇതൊക്കെ നിർബന്ധിതമായ ചുമതലയിൽ പെടുന്നതാണ്. ആരോഗ്യ സംരക്ഷണം ഒരു വിവേചനപരമായ ഇതാണ്. ഓക്കെ ആണല്ലോ? അടുത്തത്, താഴെ പറയുന്നവയിൽ പൗര സമൂഹത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ന് ഞാൻ പഠിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ. പൗരസമൂഹം, ദൂരദർശൻ, രാഷ്ട്രീയ കക്ഷികൾ, തൊഴിലാളി സംഘടനകൾ, മതസംഘടന. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, പൗരസമൂഹത്തിൽ വരുന്നവരെ മാത്രം പഠിച്ചാൽ മതി. ആകാശവാണി വരുവോ, ദൂരദർശൻ വരുവോ? അപ്പൊ സമൂഹത്തിൽ ഉൾപ്പെടാത്ത ഏതാ? ഓപ്ഷൻ എ ദൂരദർശന. ദൂരദർശൻ ഒരു ഗവൺമെന്റ് നിയന്ത്രണ സ്ഥാപനമാണ്. അപ്പൊ അത് ഒരിക്കലും ഇതിനകത്ത് വരത്തില്ല, പൗരസമൂഹത്തിൽ വരത്തില്ല. ഓക്കെ, പൗരസമൂഹം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയേതര, വിപണിയേതര പൊതുമണ്ഡലത്തിന്റെ ഭാഗമായത് എന്ന അതിനകത്ത് വരുന്നതാണ് രാഷ്ട്രീയ കക്ഷികൾ, മാധ്യമ സ്ഥാപനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, മതസംഘടനകൾ, സ്വകാര്യ ചാനലുകൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ എന്തുവാ? മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് വരും, പൗരസമൂഹത്തിൽ വരും. ഓക്കെ, ഇതിനടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, അവിടെ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഇപ്പൊ ഒരു കാർ നിർമ്മിക്കുന്ന യൂണിറ്റ്, കാർ നിർമ്മാണ കേന്ദ്രം, അവിടെ എന്തോ നടക്കുന്നത്? ലാഭമാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലാഭമാണ്. പക്ഷെ അത് പൗരസമൂഹത്തിൽ വരുന്നതല്ല. പക്ഷേ പത്രം, വാണിജ്യ സംരംഭകമായ ഒരു പത്രം പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നു. അത് എക്സെപ്ഷൻ കേസാണ്. വാണിജ്യ സംരംഭകമായ പത്രം എന്ന് പറഞ്ഞാൽ പൗരസമൂഹത്തിൽ വരുന്നതാണ്. അപ്പൊ പൗരസമൂഹത്തിൽ വരുന്നത് പത്രം, രാഷ്ട്രീയ കക്ഷികൾ, മാധ്യമ സ്ഥാപനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, NGO, മതസംഘടനകൾ, സ്വകാര്യ ചാനലുകൾ. ഓക്കെയാണോ? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അവിടെ നമ്മൾ പറഞ്ഞല്ലോ സർക്കാരിന്റെ നിയന്ത്രണം ഇല്ലാത്തതെന്നാണ് നമ്മൾ പറഞ്ഞത്. സർക്കാരിന്റെ നിയന്ത്രണം ഉള്ളത് പൗരസമൂഹത്തിൽ വരത്തില്ല. പക്ഷേ സർക്കാരിന്റെ ധനസഹായം ലഭിക്കുന്ന NGOകളുണ്ട്. സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗ്രാന്റ് അല്ലെങ്കിൽ ഫണ്ട് കിട്ടുന്ന NGOകളുണ്ട്. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനോട്, സർക്കാരിതര സംഘടനകളുണ്ട്. അത് ഈ പറയുന്ന പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നതാ. പറഞ്ഞ മനസ്സിലായോ? അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടൻ്റാ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ജനകീയ പരമാധികാരം എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ജോൺ ലോക്ക്, ഓപ്ഷൻ ബി മാക്കിയവെല്ലി, ഓപ്ഷൻ സി ഇമ്മാനുവൽ കാന്റ്, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ. നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, പറയണ്ട. നിങ്ങൾ മനസ്സുകൊണ്ട് പറയുന്നു എന്നറിയാം. ജനകീയ പരമാധികാരം എന്ന ആശയം ജോൺ ലോക്കുമായി ബന്ധപ്പെട്ടതാണ്. ജോൺ ലോക്കുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകതയാണ് ജോൺ ലോക്കുമായി ബന്ധപ്പെട്ട്. അപ്പൊ ജനകീയ പരമാധികാരം എന്ന ആശയം
ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ജോൺ ലോക്കുമായി ബന്ധപ്പെട്ടതാണ്. ഈ പറയുന്ന ജോൺ ലോക്ക്, റൂസോ എന്നിവര് ജനകീയ പരമാധികാരവുമായി ബന്ധപ്പെട്ട ചിന്തകരാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കാം. അവിടെ ഞാനൊരു വാക്ക് പറയും, പരമാധികാരം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പരമാധികാരം? ഉന്നത അധികാരം എന്നാ പരമാധികാരം. അപ്പൊ ഉന്നത അധികാരം എന്നർത്ഥം വരുന്ന സുപ്രാനസ് എന്നറിയപ്പെടുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് സോവർണിറ്റി എന്നറിയപ്പെടുന്ന വാക്കുണ്ടാകുന്നത്. സോവർണിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബാഹ്യ നിയന്ത്രണമില്ലാതെ. നോക്കൂ, പരമാധികാരി എൻ്റെ വീട്ടിൽ പോട്ടെ, നമ്മുടെ വീട്ടിലെ പരമാധികാരി, എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പരമാധികാരി എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ എന്നാണ് പറയുന്നത്. നമ്മൾ അച്ഛനും അമ്മയമാരൊക്കെ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ വീട്ടിലെ പരമാധികാരി നമ്മളായിട്ട് മാറും. അപ്പം ഉന്നത അധികാരം, മറ്റു നിയന്ത്രണമില്ലാതെ, പുറമേ നിന്നുള്ള നിയന്ത്രണമില്ലാതെ, ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും സ്വന്തമായ നിലപാടെടുക്കാനുള്ള പൂർണ്ണമായ അധികാരമാണ് പരമാധികാരം. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ വേറെ രാജ്യത്തിലേക്കൊന്നും നിങ്ങൾ പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വീടിന് ഒരു അതിർത്തിയുണ്ട്. ആ അതിർത്തിക്കുള്ളിൽ ജനങ്ങൾ, നമ്മൾ താമസിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. നമ്മുടെ അച്ഛനും അമ്മയാണ് നമ്മുടെ ഗവൺമെന്റ്. അവർക്കാണ് മൊത്തം അധികാരം. ഓക്കെ, അപ്പൊ പുറമെ ഒരാളും വരാതെ, ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയത്തിൽ എൻ്റെ വീട്ടിലെ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള, സ്വന്തമായ നിലപാടെടുക്കാനുള്ള പൂർണ്ണമായ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇന്ത്യയിലേക്ക് വാ. ഇന്ത്യയിൽ വന്നാൽ മറ്റു രാജ്യങ്ങളുടെ നിയന്ത്രണം ഒന്നുമില്ല. നമ്മൾ ഏതെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ പാകിസ്ഥാൻ പറയുക തീരുമാനമെടുക്കരുത്, അമേരിക്ക പറയുക തീരുമാനമെടുക്കരുതെന്ന്. ആ നിയന്ത്രണം, ബാഹ്യ നിയന്ത്രണം ഇല്ലാതെ നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ രാജ്യത്തിനകത്ത് നടന്ന ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും മറ്റ് രാജ്യങ്ങളിൽ നടന്ന കാര്യങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള പൂർണ്ണമായ അധികാരത്തിനെ അറിയപ്പെടുന്ന പേരാണ് പരമാധികാരം അല്ലെങ്കിൽ സോവർണിറ്റി. പരമാധികാരം രണ്ട് തരത്തിലാണ്. ആഭ്യന്തരതല പരമാധികാരമുണ്ട്, ബാഹ്യതല പരമാധികാരമുണ്ട്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇപ്പൊ ഇത് ഒരു രാജ്യമാണെന്നിരിക്കട്ടെ, ഈ പറയുന്ന ചതുരാകൃതിയിലുള്ളൊരു രാജ്യമാണ്. ഈ രാജ്യത്തിനകത്ത് കുറച്ച് അധികാരങ്ങൾ കാണത്തില്ലയോ? ഈ രാജ്യത്തിനകത്ത്, അതായത് ആ ഭൂപ്രദേശത്തിന്റെ പരിധിക്കുള്ളിലുള്ള എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കാനുള്ള അധികാരത്തിന്റെ പേരാണ് ആഭ്യന്തരതല പരമാധികാരം. മറക്കരുത്, ഭൂപ്രദേശത്തിന്റെ പരിധിക്കുള്ളിൽ എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കാനുള്ള അധികാരമാണ് ആഭ്യന്തരതല പരമാധികാരം. ബാഹ്യതല പരമാധികാരം എന്ന് പറഞ്ഞാൽ ഈ ആഭ്യന്തര പരിധിക്ക് പുറത്ത്, എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ കാര്യങ്ങളിൽ, അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരം. അപ്പൊ നമ്മളിപ്പം നോക്കൂ, മറ്റു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ഇപ്പൊ ഇസ്രയേൽ പാലസ്തീൻ ബന്ധത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് സ്വന്തമായ ഒരു നിലപാട് കാണും. ആ നിലപാട് ഇന്ത്യ പറയുക, ഇന്ത്യ ആ നിലപാട് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല, ഇന്ത്യ ഒരു നിലപാട് പറയുക, അമേരിക്ക ഒരു നിലപാട് പറയുക, അല്ലെങ്കിൽ സൗദി അറേബ്യ ഒരു നിലപാട് പറയുക, എങ്കിൽ അവർക്ക് ബാഹ്യതല പരമാധികാരമുണ്ട്. അവർക്ക് ആ രാജ്യത്തിനകത്ത് നടന്ന ആഭ്യന്തരതല പരമാധികാരമുണ്ട്. പുറമേ നടന്ന കാര്യങ്ങൾ, അന്തർദേശീയ വിഷയങ്ങൾ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം. സ്വന്തമായി തീരുമാനമെടുത്തിട്ട് അത് നിങ്ങൾ നടപ്പിലാക്കിക്കോണം എന്ന് പറയാൻ പറ്റത്തില്ല. സ്വന്തമായി നമുക്ക് തീരുമാനമെടുക്കാം. ഇത് അധികാരത്തിന്റെ പറയുന്ന പേരാണ് ബാഹ്യതല പരമാധികാരം. അപ്പൊ രണ്ട് പരമാധികാരവും നമുക്ക് വേണം. ആഭ്യന്തരതല പരമാധികാരമുണ്ട്, ബാഹ്യതല പരമാധികാരമുണ്ട്. ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, UN-ന്റെ 193ാമത്തെ അംഗരാജ്യം ഏതാ? ഉത്തരം ദക്ഷിണ സുഡാനാണ്. ഇമ്പോർട്ടന്റ് കണ്ടന്റ്. UN-ന്റെ 193ാമത്തെ രാജ്യം, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏറ്റവും അവസാനമായി അംഗമായ രാജ്യം ദക്ഷിണ സുഡാനാണ്. ദക്ഷിണ സുഡാന്റെ തലസ്ഥാനം ജൂബയാണ്. മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ദക്ഷിണ സുഡാൻ എന്നറിയപ്പെടുന്ന സൗത്ത് സുഡാൻ രൂപീകരിക്കുന്നത് 2011. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുഡാൻ ഒന്ന് നോട്ട് ചെയ്തേക്ക്, 2011 ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഈ പറയുന്ന ദക്ഷിണ സുഡാന്റെ തലസ്ഥാനം ജൂബയാണ്. ഇനി അവിടെ ഒരു സുഡാൻ എന്നറിയപ്പെടുന്ന വലിയൊരു രാജ്യം വിഭജിച്ച്, സുഡാൻ എന്നറിയപ്പെടുന്ന രാജ്യം വിഭജിച്ച് 2011 വിഭജിച്ചാണല്ലോ എന്തുണ്ടാവുന്നത്? ദക്ഷിണ സുഡാൻ ഉണ്ടാവുന്നത്. തലസ്ഥാനം ജൂബയാണല്ലോ. അപ്പൊ അവിടെ ഒരു പരമാധികാരം വിഭജിക്കപ്പെട്ടു. നോക്കൂ, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം, നമ്മൾ വേറെ എങ്ങോട്ടും പോകുന്നില്ല, ഇന്ത്യയിൽ തന്നെ എടുക്കുക. ഇന്ത്യ ഒരു വലിയ രാജ്യമാണല്ലോ. അതിൽ തന്നെ നോർത്ത് ഇന്ത്യ ഉണ്ട്, സൗത്ത് ഇന്ത്യ ഉണ്ട്. നമ്മൾ പറയപ്പെടുന്നു, അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടിയില്ല. അങ്ങനെ നമ്മൾ പറയുക, നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യ, ദക്ഷിണേന്ത്യ, രണ്ട് ഇന്ത്യ ആയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുക. ഒരിക്കലും അങ്ങനെ ഒരു റിയാലിറ്റി ഇല്ല. ഓക്കെ, ദെൻ അങ്ങനെ നോർത്ത് ഇന്ത്യ, അതായത് സൗത്ത് ഇന്ത്യയിലുള്ള കർണാടകം, തമിഴ്നാട്, കേരളം, ഗോവ, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനക്കാർ വിചാരിക്കുവാണ് നമുക്ക് സ്വന്തമായിട്ട് രാജ്യമായിട്ട് മാറാം എന്ന് പറയുക.
അപ്പൊ അവിടെ പരമാധികാരം, സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഗവൺമെന്റിന് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഒരു പരമാധികാരം. ഈ പരമാധികാരം എന്ത് ചെയ്യാൻ പോയി, ജനങ്ങൾക്കിടയിൽ ഒരു സപ്രേഷൻ വന്ന് വിഭജിക്കപ്പെട്ടു എന്നിരിക്കട്ടെ. വിഭജിക്കപ്പെട്ടാൽ പരമാധികാരം പൂർണ്ണമാവുമോ? സെൻട്രൽ ഗവൺമെന്റിന് ഈ പറഞ്ഞ രണ്ട് പ്രദേശത്തെയും ഒരുമിച്ച് നിലനിർത്താൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. പരമാധികാരം ഡിവൈഡ് ചെയ്തു പോകും. ആ സമയത്ത് രാജ്യം രണ്ടായിട്ട് മാറും. ഇത് ഗെറ്റല് പറഞ്ഞത് ഇങ്ങനെയാണ്. വിഭജിക്കപ്പെട്ട പരമാധികാരം, ദക്ഷിണ സുഡാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തു. ദക്ഷിണ സുഡാൻ വിഭജിക്കപ്പെട്ടു, അല്ലെങ്കിൽ സുഡാൻ വിഭജിക്കപ്പെട്ടു. വിഭജിക്കപ്പെട്ട പരമാധികാരം എന്ന ആശയം വൈരുദ്ധ്യം നിറഞ്ഞതാ, പല കാര്യങ്ങളും നിറഞ്ഞതാ. പരമാധികാരം പൂർണ്ണമല്ലെങ്കിൽ രാഷ്ട്രം നിലനിൽക്കില്ല. അതുകൊണ്ട് രണ്ട് രാഷ്ട്രം ഉണ്ടായത്, സുഡാനും ദക്ഷിണ സുഡാനും. സുഡാൻ രണ്ടായിട്ട് മാറി. ഓക്കെ, ദെൻ പരമാധികാരം വിഭജിക്കപ്പെടുന്നു എങ്കിൽ ഒന്നിലധികം രാഷ്ട്രങ്ങൾ നിലനിൽക്കും എന്ന് പറഞ്ഞത് പ്രൊഫസർ ഗെറ്റലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അടുത്ത ഇനി നമ്മൾ പറയാൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റാണ്, നമ്മളെ കുഴപ്പിച്ച് കളയും ഇത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചു പോവുക, കണ്ടുപോവുക. ഓക്കെ, താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നാമമാത്രമായ പരമാധികാരമാണ് ഉള്ളത്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു പാർലമെന്ററി സിസ്റ്റമാണ്. ഈ പാർലമെന്ററി സിസ്റ്റത്തിൽ ഒരു റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ടാവും, ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ഉണ്ടാവും. പാർലമെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന പാർലമെന്ററി സിസ്റ്റത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് നോമിനൽ എക്സിക്യൂട്ടീവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന പ്രൈം മിനിസ്റ്റർ റിയൽ എക്സിക്യൂട്ടീവും ആയിരിക്കും. മറക്കരുത്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നാമമാത്രമായ പരമാധികാരമാണുള്ളത്. നാമമാത്രമായ പരമാധികാരമാണുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി നോമിനൽ എക്സിക്യൂട്ടീവാണ്. അതിന് തത്തുല്യമായിട്ടാണ് സംസ്ഥാനങ്ങളിലേക്ക് വന്നത്. സംസ്ഥാനത്തെ ഗവർണർ ഒരു നോമിനൽ എക്സിക്യൂട്ടീവാണ്. കേരള സംസ്ഥാനത്തെ റിയൽ എക്സിക്യൂട്ടീവ് മുഖ്യമന്ത്രിയാണെന്നേ. ഇന്ത്യയുടെ റിയൽ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയാണ് റിയൽ എക്സിക്യൂട്ടീവ്. ഇനി ഇന്ത്യയിലെ യഥാർത്ഥ അധികാരം കൈയാളുന്നത് മന്ത്രിസഭയും പാർലമെന്റുമാണ്. മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും പാർലമെന്റുമാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയത്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു പാർലമെന്ററി സിസ്റ്റമാണ്. ഓക്കെ, 3 തരത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്: പ്രസിഡൻഷ്യൽ സിസ്റ്റം, പാർലമെന്ററി സിസ്റ്റം, അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം. അങ്ങനെ 3 സിസ്റ്റമാണ് പഠിക്കേണ്ടത്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ 1922 ഇറ്റലിയുടെ ഡീജൂർ പരമാധികാരി വിക്ടർ ഇമ്മാനുവൽ ആയിരുന്നു. ഞാൻ ഈ പറയുന്ന വളരെ ലളിതമായിട്ട് നിങ്ങളും ഓർത്തു വെച്ചാൽ മതി. ഡീജൂർ എന്ന് പറഞ്ഞാൽ നാമമാത്രമായ പരമാധികാരി. ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അധികാരി. വേറെ ഒന്നുമില്ല. അവിടെ ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞ എന്താ, 1922 ഇറ്റലിയുടേതാണ്. 1922 എന്ന് പറഞ്ഞാൽ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം എന്ന് വെച്ചാൽ 1-ാം ലോക മഹായുദ്ധ കാലഘട്ടമാണ്. ഈ 1-ാം ലോക മഹായുദ്ധ സമയത്ത് ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യത്ത് ബെനിറ്റോ മുസോളിനി എന്നറിയപ്പെടുന്ന ഏകാധിപതി ആക്രമണം നടത്തും. അവിടെ വിക്ടർ ഇമ്മാനുവൽ ആയിരുന്നു ആ സമയത്തെ ഭരണാധികാരി. അവിടുത്തെ ഭരണാധികാരി വിക്ടർ ഇമ്മാനുവൽ ആയിരുന്നു. ഈ ഇറ്റലി പിടിച്ചെടുത്തതിന് ശേഷം ഡീജോർ പരമാധികാരി വിക്ടർ ഇമ്മാനുവല. അപ്പൊ ഡി ഫാക്ടോ ആരാ? നിങ്ങൾ പറ. 1922 സമയത്ത് ഇറ്റലിയുടെ ഡി ഫാക്ടോ പരമാധികാരി ബെനിറ്റോ മുസോളിനി. 2-ാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനി എന്നറിയപ്പെടുന്ന രാജ്യത്ത് ഡി ഫാക്ടോ ആരായിരിക്കും? അത് ഹിറ്റ്ലർ ആയിരിക്കും. ഹിറ്റ്ലറാണ്, മറക്കരുത്. ഓക്കെ, അപ്പൊ 1900. അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ശ്രീലങ്ക എന്നറിയപ്പെടുന്ന രാജ്യത്തെ എടുത്തു പോട്ടെ. എന്റെ വീട് നിൽക്കുന്ന പ്രദേശം കൊല്ലം ജില്ലയിൽ ഒരു പ്രദേശമാണ്. ആ പ്രദേശം ഒരു രാജ്യമാണെന്നിരിക്കട്ടെ. ആ രാജ്യത്തെ വേറൊരു രാജ്യം ആക്രമിക്കുക എങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഞാനായിരുന്നു. എക്സാമ്പിൾ പറഞ്ഞപ്പോ കരുനാഗപ്പള്ളി, അല്ലെങ്കിൽ എൻ്റെ ഗ്രാമപ്രദേശമായിട്ടുള്ള പതാരം എന്നറിയപ്പെടുന്ന ഗ്രാമപ്രദേശം, അല്ലെങ്കിൽ കരുനാഗപ്പള്ളി എന്നറിയപ്പെടുന്ന പ്രദേശം, അത് ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്തെ വേറൊരു രാജ്യം ആക്രമിച്ച സമയത്ത് ഞാനായിരുന്നു അവിടുത്തെ ഭരണാധികാരി. ഈ കരുനാഗപ്പള്ളിയിലെ ഭരണാധികാരി ഞാനായിരുന്നു. എങ്കിൽ ഞാനാണ് പിന്നീട് ഡീജോർ പരമാധികാരി. എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് എന്തെങ്കിലും നിയമങ്ങൾ പറയുന്നത്, നിയമങ്ങൾ പുറത്ത് അല്ലെങ്കിൽ നമ്മൾ അറിയില്ല പുറപ്പെടുവിക്കുന്നത് ഡീജോറിന്റെ ലേബലിലായിരിക്കും. ഇന്ത്യയിൽ നാമമാത്രമായ പരമാധികാരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അതേപോലെ ഡീജോർ പരമാധികാരിയുടെ പേരിലായിരിക്കും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓർഡർ ആവുന്നത്. പക്ഷേ റിയൽ എക്സിക്യൂട്ടീവ് ആരായിരിക്കും?
ഡി ഫാക്ടോ ആയിരിക്കും. അപ്പൊ 1922 ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യത്തെ ഡീജോർ പരമാധികാരി വിക്ടർ ഇമ്മാനുവൽ ആണെങ്കിൽ ഡി ഫാക്ടോ ആരാ? ബെനിറ്റോ മുസോളിനി. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നു. സർക്കാരിനെയും നിയമനിർമ്മാതാക്കളെയും സ്വാധീനിക്കാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന ആശയമാണ് രാഷ്ട്രീയ പരമാധികാരം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോവറിനിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നോക്കൂ, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ സർക്കാരിനെ, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ നിയമനിർമ്മാതാക്കളെ, എം പിമാരെ, MLA മാരെ സ്വാധീനിക്കാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട്. പൈസ കൊടുത്ത് സ്വാധീനിക്കുക എന്നുള്ളതല്ല. ഇപ്പം ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട്. ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, നിയമ നിർമ്മാതാക്കളൊക്കെ ഉണ്ട്. അവരെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, നമ്മളെല്ലാവരും കൂടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കുക. ആ പ്രതിഷേധം ആദ്യം തുടങ്ങുമ്പോൾ 10 പേരായിരുന്നു, പിന്നെ 100 പേരായി, 1000 പേരായി, ലക്ഷം പേരായി, 10 ലക്ഷമായി, 1 കോടി ആളുകളായി. ഈ 1 കോടി ആളുകളും കൂടെ ആരെ? നിലനിൽക്കുന്ന ഗവൺമെന്റിനെ, നിലനിൽക്കുന്ന നിയമനിർമ്മാതാക്കളെ സ്വാധീനിക്കുക. പുറത്തിറങ്ങിപ്പോവും, ഞങ്ങൾ ഭരിച്ചോളാം എന്ന് പറയുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് രാഷ്ട്രീയ പരമാധികാരം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോവറിനിറ്റി. പറഞ്ഞ മനസ്സിലായോ? ഇപ്പം ജൻസി കലാപം നടന്നില്ലേ? ജൻസി കലാപം നടക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ നിലനിന്ന സർക്കാരിനെ, നിലനിന്ന നിയമനിർമ്മാതാക്കളെ സ്വാധീനിച്ചു. അവരെ പണം കൊണ്ട് സ്വാധീനിച്ചു എന്നല്ല, പ്രതിഷേധങ്ങൾ കൊണ്ട് സ്വാധീനിച്ച് ജനങ്ങൾക്ക് അധികാരമുണ്ട് ഈ പറയുന്ന രാജ്യത്തെ പിടിച്ചടക്കാൻ, ഈ പറയുന്ന രാജ്യത്ത് നിയമനിർമ്മാണം നടത്താൻ. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് രാഷ്ട്രീയ പരമാധികാരം. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും നിലനിന്നിരുന്ന ഈ പറയുന്ന ഓരോ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് പുതിയ ജനാധിപത്യ സംവിധാനം, ജനാധിപത്യ സംവിധാനം ഒക്കെ വന്നത് ഈ രാഷ്ട്രീയ പരമാധികാരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഓക്കെ ആണോ? ദെൻ ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ, ജനകീയ പരമാധികാരം പ്രസിദ്ധമായി തീർന്നത് ചൈനീസ് വിപ്ലവത്തോടു കൂടിയ. തെറ്റാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം ലോകത്തിൽ ആദ്യമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായി തീർന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഓക്കെ, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജനകീയ പരമാധികാരം. അപ്പൊ ഈ പറയുന്ന ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യത്ത് ഈ പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നേ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16 ഈ ലൂയി 16 ജനങ്ങൾ പ്രതിഷേധിക്കും. ലൂയി 15 ജനങ്ങൾ പ്രതിഷേധിക്കും. ലൂയി 14 ജനങ്ങൾ പ്രതിഷേധിക്കും. അങ്ങനെ ലാസ്റ്റ് പ്രതിഷേധം ഇരട്ടിച്ച് ലാസ്റ്റ് ലൂയി 16 ഭരണത്തിൽ നിന്ന് മാറ്റി. എങ്കിൽ ആ ജനങ്ങൾക്ക് അധികാരമുണ്ട്. ആ ആശയത്തെ അറിയപ്പെടുന്ന പേരാണ് പൊളിറ്റിക്കൽ സോവറിനിറ്റി. അപ്പൊ ജനകീയ പരമാധികാരം എന്ന ആശയം പ്രസിദ്ധമായി തീർന്നത് എങ്ങനെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണ്. ഓക്കെ ആണോ? ഇനി എന്താണ് നാമമാത്രമായ പരമാധികാരം? ഇന്ത്യയുടെ രാഷ്ട്രപതിക്കുള്ളത് നാമമാത്രമായ പരമാധികാരമാണ് എന്ന് പറഞ്ഞാൽ അധികാരം പേരിന് മാത്രം. അതാണ് നാമമാത്രമായ പരമാധികാരം. നോമിനൽ സോവറിനിറ്റി എന്ന് പറയും. നോമിനൽ സോവറിനിറ്റി, നാമമാത്രമായ പരമാധികാരം. അല്ലെങ്കിൽ നമ്മൾ പറയും ടൈറ്റുലാർ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആ പദവിയിലേ ഉള്ളൂ പരമാധികാരം, പേരിന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഡീജോർ ആൻഡ് ഡി ഫാക്ടോ പരമാധികാരം എന്ന് പറഞ്ഞാൽ, ഡീജോർ പരമാധികാരം എന്ന് പറഞ്ഞാൽ നിയമപരമായി ഒരു രാഷ്ട്രത്തിന്റെ പരമോന്നതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1922 ഇറ്റലിയിൽ, 1-ാം ലോക മഹായുദ്ധ സമയത്ത് ഇറ്റലിയിൽ ഈ പറഞ്ഞ വിക്ടർ ഇമ്മാനുവൽ ആയിരുന്നു ഡീജോർ പരമാധികാരി. അതിനർത്ഥം ആ രാജ്യത്തെ നിയമപരമായിട്ട് ആ രാഷ്ട്രത്തിലെ പരമോന്നതമായിട്ടുള്ള ഉത്തരവുകളെല്ലാം പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കായിരുന്നു? ഈ പറഞ്ഞ ഇമ്മാനുവൽ ഭരണാധികാരിക്കായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു ഡിഫാക്ടോ അധികാരിയുണ്ട്, അത് ബെനിറ്റോ മുസോളിനിയാണ്. ഓക്കെ ആണോ? ക്ലിയർ? ഇനി ഡിഫാക്ടോ പരമാധികാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അധികാരം, യഥാർത്ഥമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ാണ് ഡിഫാക്ടോ പരമാധികാരം എന്ന് പറയുന്നത്. അതായത് 2-ാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലർ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഡിഫാക്ടോ പരമാധികാരിയായിരുന്നു. ഇനി ഇതൊന്നും മനസ്സിലായില്ലെന്നിരിക്കട്ടെ, നമ്മുടെ വീട്ടിലെടുത്തു, നമ്മുടെ വീടിനെടുത്തു. നമ്മുടെ വീട് എടുക്കുന്ന സമയത്ത് എപ്പോഴും എല്ലാ വീടുകളിലും ഒരു 99% വീടുകളിലും എല്ലാ കാര്യങ്ങളും അമ്മമാരായിരിക്കും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്തുവാ? ഈ പറയുന്ന വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, വീട്ടിലെ ബഡ്ജറ്റ് ഫ്രെയിം ചെയ്യുക, വീട്ടിലെ സാധനങ്ങൾ, ഒരു കണക്കുകളും ബഡ്ജറ്റും ഒക്കെ ഫ്രെയിം ചെയ്ത് മുന്നോട്ട് പോകുന്നു. സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ 90% വീടുകളിലും അമ്മയായിരിക്കും അതിൻ്റെ ഒരു കുടുംബനാഥ എന്ന് പറയുന്നത്. അച്ഛൻ ജോലിക്ക് പോകുന്നു, പണം, അല്ലെങ്കിൽ അച്ഛൻ അബ്രോഡ് പോയി അല്ലെങ്കിൽ വിദേശത്തുണ്ട്, ആ പണം അയച്ചു കൊടുക്കുന്നത്, ബാക്കിയുള്ള എല്ലാം ചെയ്യുന്ന അമ്മയാണെങ്കിൽ ഈ അമ്മയെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഡി ഫാക്ടോ. പക്ഷെ ഡീജോർ പരമാധികാരി ആരാ?
നിയമപരമായി ആ രാഷ്ട്രത്തിന്റെ പരമോന്നതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമാർഗം ഡിജോർന. ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അധികാരം. ഓക്കെയാണോ? ആ ചിലപ്പോൾ നമ്മൾ ഈ കുടുംബത്തിന്റെ ഒക്കെ എക്സാമ്പിൾ പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യണമെന്നില്ല. ബെസ്റ്റ് എക്സാമ്പിൾ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം. ഈ മഹായുദ്ധ സമയത്ത് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടെന്നേ, ഒരു രാജ്യത്തെ, ശ്രീലങ്ക എന്നറിയപ്പെടുന്ന രാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിക്കുക. പാകിസ്ഥാൻ ആക്രമിച്ച് പാകിസ്ഥാൻ കീഴടക്കുമ്പോൾ ശ്രീലങ്കയിൽ ആ സമയത്ത് ഭരണാധികാരി ആരാണോ അയാൾ അവിടുത്തെ ഡീജോർ പരമാധികാരി ആയിരിക്കും. അതിനുശേഷം പാകിസ്ഥാന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർദ്ദേശങ്ങളും നിയമങ്ങളും പുറപ്പെടുവിക്കുന്നത് ആ ഡീജോർ പരമാധികാരിയാണ്, അത് അവിടുത്തെ പരമാധികാരി ആയിരിക്കും. പക്ഷെ ഡിഫാക്ടോ ആര് തന്നെ? പാകിസ്ഥാൻ തന്നെയാണ്. പറഞ്ഞ് മനസ്സിലായോ? തിരിയരുത്. അപ്പൊ ജനകീയ പരമാധികാരം പ്രസിദ്ധമായി തീർന്നത് ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, നിയമ പരമാധികാരത്തിന് പിന്നിൽ, അതായത് ലീഗൽ സോവർണിറ്റിയുടെ പിന്നിൽ നിയമപരമാധികാരം തലകുനിക്കേണ്ട രാഷ്ട്രീയ പരമാധികാരം ഉണ്ട്. ഈ വാക്കുകൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം എ.വി. ഡൈസിയാണ്. ഈ എ.വി. ഡൈസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ HSS സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. റൂൾ ഓഫ് ലോ എന്നറിയപ്പെടുന്ന ആശയവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് എ.വി. ഡൈസി. അദ്ദേഹം ബ്രിട്ടീഷ് നിയമജ്ഞനാണ്. എ.വി. ഡൈസി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ നിയമ പരമാധികാരത്തിന് പിന്നിൽ നിയമപരമാധികാരം തലകുനിക്കേണ്ട രാഷ്ട്രീയ പരമാധികാരം ഉണ്ട് എന്ന വാക്കുകൾ ആരുടേതാണ്? എ.വി. ഡൈസിയാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇത് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുവാണ്. നിയമപരമാധികാരം എന്താണ്, രാഷ്ട്രീയ പരമാധികാരം എന്താണ്? അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നിയമപരമാധികാരമുണ്ട്, രാഷ്ട്രീയ പരമാധികാരമുണ്ട്. നിയമപരമാധികാരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിനുള്ളിൽ പരമോന്നതമായിട്ടുള്ളൊരു നിയമനിർമ്മാണ അധികാരത്തെ അറിയപ്പെടുന്ന പേരാണ് നിയമപരമാധികാരം. എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തിനുള്ളിൽ ഒരു പരമോന്നതമായിട്ടുള്ള നിയമനിർമ്മാണ അധികാരമുണ്ട്. ഓക്കെ, നിയമനിർമ്മാണ സഭയുണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. കേരളത്തെ എടുത്തോ, കേരളത്തിലൊരു നിയമസഭയുണ്ട്. അപ്പം നിയമപരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിനുള്ളിൽ പരമോന്നതമായ നിയമനിർമ്മാണ അധികാരമുള്ളതിനെ അറിയപ്പെടുന്ന പേരാണ് നിയമപരമാധികാരം. ഇനി എന്താണ് രാഷ്ട്രീയ പരമാധികാരം എന്ന് പറഞ്ഞാൽ, ബെസ്റ്റ് എക്സാമ്പിൾ, സർക്കാരിനെയും നിയമനിർമ്മാതാക്കളെയും സ്വാധീനിക്കാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട്. ജൻസി കലാപം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. ജൻസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കി, പ്രതിഷേധിച്ചു. ഈ പറഞ്ഞ യുവതലമുറ പ്രതിഷേധിച്ചു. ലാസ്റ്റ് അവിടുത്തെ സർക്കാരിനെ, അവിടുത്തെ ഓരോ മന്ത്രിമാരെയൊക്കെ എന്ത് ചെയ്തു? മൃഗീയമായി, ക്രൂരമായിട്ട് മർദ്ദിച്ചു. അവസാനം നിയമനിർമ്മാണ സഭ പിരിച്ചുവിട്ടു. ശരിയല്ലേ? സർക്കാരിനെ നിയമനിർമ്മാതാക്കളെയും സ്വാധീനിക്കാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട്. അതാണ് രാഷ്ട്രീയ പരമാധികാരം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോവർണിറ്റി. ഇനി എക്സാമ്പിൾ നിങ്ങളെടുത്തു, ഓരോ രാജ്യങ്ങളും നിങ്ങളെടുത്തു. റഷ്യ ലെനിൻ ഒരു ഈ പറയുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഈ പറയുന്ന പൊളിറ്റിക്കൽ സോവർണിറ്റിയിലൂടെയാണ് വരുന്നത്. ലെനിൻ എന്നറിയപ്പെടുന്ന ലെനിന്റെ രാഷ്ട്രീയ പരമാധികാരം, റഷ്യയിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, സർ നിക്കോളാസ്. അദ്ദേഹത്തിന്റെ നിയമപരമാധികാരത്തെ തകർത്തു. സർ നിക്കോളാസിന്റെ നിയമപരമാധികാരം എന്ന് പറഞ്ഞാൽ സർ നിക്കോളാസിന്റെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു അവിടെ. ആ സർ നിക്കോളാസിന്റെ ഗവൺമെന്റിനെ ഇല്ലാണ്ടാക്കി ലെനിൻ പ്രതിഷേധം ഉണ്ടാക്കി ജനങ്ങളെ കൂട്ടി എന്ത് ചെയ്തു? പൊളിറ്റിക്കൽ സോവറിനിറ്റി ക്രിയേറ്റ് ചെയ്തു, രാഷ്ട്രീയ പരമാധികാരം. ദെൻ മാവോ സെതുങ്ങിന്റെ നേതൃത്വത്തിൽ ചിയാങ് കൈഷക് എന്നറിയപ്പെടുന്ന ഭരണാധികാരിയെ അധികാരത്തിന് താഴെയിറക്കിയില്ലോ. ഇത് ഈ പറയുന്ന നിയമപരമാധികാരത്തിന് ഉദാഹരണമാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അതും മനസ്സിലാവാത്തവർ പറയും, ഈ നമ്മളെല്ലാവരും കൂടെ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ നമ്മൾ താഴെ ഇറക്കാൻ പോവാം എന്നിരിക്കട്ടെ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അതിനുവേണ്ടി ഓരോ ജനങ്ങളും ഇങ്ങനെ കൂട്ടം കൂടി വരുന്നു. കൂട്ടം കൂടിയിട്ട് അവസാനം അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? രാഷ്ട്രീയ പരമാധികാരം. അപ്പൊ ഞാൻ പറഞ്ഞ ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന മഹാരാജ്യത്തെ പറ്റിയല്ല, മറിച്ച് പഴയ രാജ്യങ്ങളെല്ലാം നമുക്ക് ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അവിടെ ഫ്രാൻസിൽ ഒരു ഭരണാധികാരി ഉണ്ട്, ലൂയി 16. ലൂയി 16 അധികാരത്തിന് താഴെ ഇറക്കുന്നു, പുതിയ ഭരണാധികാരി വരുന്നു. അപ്പൊ അത് കൊണ്ടുവരുന്നത് ജനങ്ങളാണെങ്കിൽ ആ ജനങ്ങൾക്കുള്ള പരമാധികാരത്തെ അറിയപ്പെടുന്ന പേരാണ് രാഷ്ട്രീയ പരമാധികാരം. ഓക്കെ, അതല്ലാതെ രാഷ്ട്രീയക്കാർക്കുള്ള പരമാധികാരമല്ല പൊളിറ്റിക്കൽ സോവറിനിറ്റി. അത് തിരിഞ്ഞു പോരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണ്. താഴെ പറയുന്നവയിൽ സൊമാലിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംസ്കാരം ഏതാണ്? ഓപ്ഷൻ: പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം, സബ്ജക്ട് രാഷ്ട്രീയ സംസ്കാരം, സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം. ആൻസർ ഓപ്ഷൻ ഡി. ഇതൊന്നുമല്ല. ഇതിൽ 4 ഓപ്ഷൻ ആൻസർ ഞാൻ അങ്ങ് പറയുവാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്,
സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം. അപ്പൊ നമുക്ക് നമ്മുടെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പൊളിറ്റിക്കൽ കൾച്ചർ അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കാരം എന്താണ്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു ജനതയുടെ, ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ജനതയുടെ രാഷ്ട്രീയ മനോഭാവമുണ്ട്, നമുക്ക് കുറച്ച് ചിന്തകളുണ്ട്, നമുക്ക് സ്വഭാവമുണ്ട്, നമ്മൾ വെച്ച് പുലർത്തുന്ന കുറച്ച് മൂല്യബോധമുണ്ട്, കുറച്ച് വൈകാരികതയുണ്ട്. ഇതെല്ലാം ചേർന്ന ഒരു പൊളിറ്റിക്കൽ ധാരണ, അവബോധത്തിന്റെ പേരാണ് രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രമുഖ വക്താക്കൾ എന്ന് പറയുന്നത് ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വെർബ എന്നിവർ ചേർന്നാണ് രാഷ്ട്രീയ സംസ്കാരം എന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ കൾച്ചർ അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രമുഖ വക്താക്കൾ ആരൊക്കെയാണ്? ഒന്ന് ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വെർബയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്തുവാണ് ഈ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ടതേ, നിങ്ങൾക്ക് രാഷ്ട്രത്തെ പറ്റി, രാഷ്ട്രീയ സംസ്കാരത്തെ പറ്റി, രാഷ്ട്ര നിർമ്മാണത്തെ പറ്റി വ്യക്തമായ ധാരണയുണ്ട്. എങ്ങനെയാണ് രാഷ്ട്രത്തിൽ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് പ്രമുഖരായിട്ടുള്ള ചിന്തകൾ, ഒന്ന് കവാനാകും, മറ്റൊന്ന് മാക്രിഡിസും പറഞ്ഞ രണ്ട് വാക്യങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയ സംസ്കാരം എന്നാൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതിനുള്ളിലെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയുടെ ഒരു കൂട്ടമാണ് എന്ന് പറഞ്ഞത് കവാനാഗാണ്. ഇനി ഈ പറയുന്ന രാഷ്ട്രീയ സംസ്കാരത്തെ പറ്റി മാക്രിഡിസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയിലെ മൂല്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു ഘടനയാണ് രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞത് മാക്രിഡിസ് ആണ്. അപ്പൊ അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി പ്രധാനമായിട്ടും രണ്ടല്ല 3 പൊളിറ്റിക്കൽ കൾച്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിവിധതരം രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. ഒന്ന്, സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം, സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം, പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം. വേറെ ഒരു ഡെഫിനേഷനും നിങ്ങൾ ഓർക്കണ്ട. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാഷ്ട്രത്തെ പറ്റി, രാഷ്ട്രീയ രീതിയെ പറ്റി, രാഷ്ട്രബോധത്തെ പറ്റി ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ഒരു ധാരണയില്ല എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം. അപ്പൊ സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം ഫോളോ ചെയ്യുന്ന ജനതയുള്ള ഒരു രാജ്യത്ത് അവിടെ കൃത്യമായ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാവോ? നിയമനിർമ്മാണം നടപ്പിലാവോ? ഇല്ല. ഇതാണ് സംഭവം, സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം. രണ്ടാമത്തെ, സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, രാഷ്ട്രം എന്താണ്, രാഷ്ട്ര നിയമനിർമ്മാണ സംവിധാനം എന്താണ്, രാഷ്ട്രത്തെ പറ്റി നല്ല ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ നിയമനിർമ്മാണത്തിൽ പങ്കാളികളാകാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം. മൂന്നാമത്തതാണ് പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര രൂപീകരണത്തിൽ ജനങ്ങൾ പങ്കാളികളാകുന്നു. ഇതിനെയാണ് പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയോ. സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം, ഞാൻ ഈ പറഞ്ഞ ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ മതിയായ രാഷ്ട്രീയ ബോധമില്ലാത്ത ജനം, അവര് പുലർത്തുന്ന രാഷ്ട്രീയ മനോഭാവം, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അജ്ഞത, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമില്ലായ്മ എന്നിവ ഉൾപ്പെടുന്നതാണ് സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം. ഒന്നിനെ പറ്റി ഒന്നും അറിയത്തില്ല. പറഞ്ഞ് മനസ്സിലായോ? രാഷ്ട്രത്തെ പറ്റി അറിയത്തില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തെ പറ്റി അറിയത്തില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തെ എങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പങ്കെടുക്കണമെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം. ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സൊമാലിയ അല്ലെങ്കിൽ സിയേറ ലിയോണി എന്നറിയപ്പെടുന്ന രാജ്യങ്ങളൊക്കെ ഈ സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം ഇപ്പോഴും ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ. സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്തോ നിങ്ങൾ തന്നെ പറ. രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ച് എല്ലാവർക്കും വ്യാപകമായിട്ട് അറിവുണ്ട്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് പ്രതികരിക്കാനുള്ള ശക്തിയില്ല. ഈ പറയുന്ന നമ്മളെ ആധിപത്യം, നമ്മളെ ഭരിക്കാൻ വേറെ കുറച്ച് ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ കീഴ്പ്പെടുത്താൻ കുറച്ച് ആളുകളുണ്ട് എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം. എക്സാമ്പിൾ പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാമീണ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംസ്കാരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാമീണ ഇന്ത്യയിൽ ഈ പറയുന്ന രാഷ്ട്രത്തെ പറ്റി, രാഷ്ട്ര രൂപീകരണത്തെ പറ്റി, നിയമനിർമ്മാണത്തെ പറ്റി വ്യക്തമായ ധാരണ ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും ഉണ്ട്. പക്ഷെ നമുക്ക് ശക്തിയില്ല. ഈ ബ്രിട്ടീഷുകാരെ നേരിടാൻ നമുക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് കാരണം ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നമ്മൾ പങ്കെടുത്തില്ല, സജീവമായിട്ട് പങ്കെടുത്തില്ല. അതിനെ അറിയപ്പെടുന്ന പേരാണ് സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം. ഇതേ എക്സാമ്പിൾ തന്നെ മുഗൾ ഭരണകാലത്തിൽ നമുക്ക് പറയാം. മുഗൾ ഭരണകാലത്ത് ഗ്രാമീണ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംസ്കാരം എന്തൊരു ഉദാഹരണമാണ്? സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരത്തിന് ഉദാഹരണമാണ്. പറഞ്ഞ് മനസ്സിലായോ? മൂന്നാമത്തതാണ്
പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ആ രാജ്യത്തെ ജനത സങ്കീർണമായിട്ട് പങ്കുകൊള്ളുന്നു. അമേരിക്കൻ രാഷ്ട്രീയ സംസ്കാരം നോക്കൂ, അമേരിക്കയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ ജനങ്ങൾ നേരിട്ടാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ, ഈ പറഞ്ഞ നിയമനിർമ്മാണ പ്രക്രിയയിൽ ആ രാജ്യത്തെ ജനത സങ്കീർണമായിട്ട് പങ്കുകൊള്ളുന്നേ. അതുകൊണ്ടാണ് അമേരിക്ക ഫോളോ ചെയ്യുന്നത് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണ്. വീണ്ടും ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയുന്നു, അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കൻ നിയമനിർമ്മാണ സഭയിൽ അംഗമല്ല. അതുകൂടി മനസ്സിലാക്കണം. അമേരിക്കയുടെ റിയൽ എക്സിക്യൂട്ടീവും നോമിനൽ എക്സിക്യൂട്ടീവും അമേരിക്കൻ പ്രസിഡന്റ് തന്നെ സമ്മതിച്ചു. പക്ഷേ അമേരിക്കൻ നിയമനിർമ്മാണ സഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് അംഗമല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ നിയമനിർമ്മാണ സഭയെ പിരിച്ചുവിടാൻ ആർക്ക് പറ്റത്തില്ല? പ്രസിഡന്റിന് പറ്റത്തില്ല. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ, മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ചോദ്യത്തിലേക്ക് വരുക. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ വ്യക്തികളാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തിയെ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം. ശരിയാണ്. ഓക്കെ ആണോ? ദെൻ അടുത്തത്, രാഷ്ട്രീയ സാമൂഹീകരണം എന്ന വാക്ക് ആദ്യമായി കൊണ്ടുവന്നത് H.H. ഹൈമൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രീയ സാമൂഹീകരണം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന വാക്ക് ആദ്യമായി കൊണ്ടുവന്നത് H.H. ഹൈമൻ ആണ്. ശരിയാണ്. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ, വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ഞാനും നിങ്ങളുമൊക്കെ സമൂഹത്തിൽ എന്തൊക്കെ സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ആ സമ്പ്രദായങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക. ഒരു കുഞ്ഞ് ജനിക്കുന്നു, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവൻ ജനിച്ച് ഓരോ പ്രായം കഴിയും തോറും സമൂഹത്തിൽ ഓരോരോ സമ്പ്രദായങ്ങൾ കാണും. ആ സമൂഹത്തിൽ ഫോളോ ചെയ്യുന്ന സമ്പ്രദായങ്ങളുമായിട്ട് അവൻ പൊരുത്തപ്പെടും. അവൻ അതുമായി പൊരുത്തപ്പെടുമെങ്കിൽ ആ പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറഞ്ഞത് ഓഗ്ബേൺ ആണ്. ശരിയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താ ഈ പറയുന്ന പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ? വേറെ ഒന്നുമില്ല. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട് കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാമൂഹീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയ സാമൂഹീകരണം. അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്തായിരിക്കും? ഒരു വ്യക്തിയെ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ അവന് പൊളിറ്റിക്കലായിട്ട് ജീവിക്കാൻ, സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നറിയപ്പെടുന്നത്. ഇനി ആൽമണ്ടും വെർബയും ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹീകരണത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: രാഷ്ട്രീയ സാമൂഹീകരണം ഒരു പ്രക്രിയയാണ്. അതിലൂടെ രാഷ്ട്രീയ സംസ്കാരം പരിപാലിക്കപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യുന്നു. രാഷ്ട്രീയ സംസ്കാരത്തെ അവിടെ പരിപാലിക്കുന്നുണ്ട്, ഒപ്പം മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് ആൽമണ്ടും വെർബയുമാണ്. അടുത്തത് റോബർട്ട് സൈഗൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് സ്വീകാര്യമായ പെരുമാറ്റം, മാനദണ്ഡങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്രമേണയുള്ള പഠനത്തെയാണ് എന്ത് രാഷ്ട്രീയ സാമൂഹീകരണം എന്ന് പറഞ്ഞത് റോബർട്ട് സൈഗലാണ്. അപ്പൊ സൈഗൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അവിടെ ചോദ്യം ചോദിക്കും, രാഷ്ട്രീയ സാമൂഹീകരണത്തിന്റെ ഏജൻസികൾ രണ്ടെണ്ണമാണ്. ഒന്ന് പ്രാഥമിക ഏജൻസികളും മറ്റൊന്ന് ദ്വിതീയ ഏജൻസികളും. ഈ കഴിഞ്ഞ HSI സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, രാഷ്ട്രീയ സാമൂഹികവൽക്കരണം നടത്തുന്നതിൽ പ്രധാന ഏജൻസി ഏതാണ്? ഈ പറയുന്ന രാഷ്ട്രീയ സാമൂഹികവൽക്കരണം നടത്തുന്നതിൽ രണ്ട് ഏജൻസികളുണ്ട്. പ്രാഥമിക ഏജൻസികളുണ്ട്, ദ്വിതീയ ഏജൻസികളുണ്ട്. ഈ പ്രാഥമിക ഏജൻസികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബമാണ്. അപ്പോൾ ഒരു രാജ്യത്ത് രാഷ്ട്രീയ സാമൂഹികവൽക്കരണം നടത്തുന്നതിൽ പ്രധാന ഏജൻസി എന്ന് ചോദിച്ചാൽ അത് കുടുംബമാണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരും, സാംസ്കാരിക സംഘടനകൾ സാമൂഹികവൽക്കരണം നടത്തുന്നില്ലയോ? നടത്തും. ജാതിമത സംഘടനകൾ സാമൂഹ്യവൽക്കരണം നടത്തില്ലയോ? നടത്തും. സോഷ്യൽ നെറ്റ്വർക്കുകൾ, നമ്മൾ ഈ പറഞ്ഞേക്കുന്ന സമൂഹ മാധ്യമങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം നടത്തും. പക്ഷേ ഏറ്റവും പ്രധാന ഏജൻസി ആര് തന്നെ? കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് അവൻ സാമൂഹികവൽക്കരണം എന്താണ്, സോഷ്യലൈസേഷൻ എന്താണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നൊക്കെ പഠിച്ച് പുറത്തോട്ട് വരുന്നതിന്റെ ബേസ് ആ കുടുംബമാണ്. അതുകൊണ്ടാണ് ആ ഒരു കൺസെപ്റ്റ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയ സാമൂഹികരണത്തിന്റെ പ്രാഥമിക ഏജൻസികൾ ആണ് കുടുംബം, സമപ്രായക്കാരുടെ സംഘം അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന പ്രാഥമിക ഏജൻസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പ്രാഥമിക സാമൂഹിക ഏജൻസികൾ നേരിട്ട് ഒരു സാമൂഹീകരണത്തിന്റെ ഭാഗമാകുക. നോക്കൂ, കുടുംബം, സമപ്രായക്കാരുടെ സംഘം, ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഒരു രാജ്യത്തെ സോഷ്യലൈസേഷൻ എന്നറിയപ്പെടുന്ന പ്രവർത്തനത്തിലേക്ക് നേരിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ദ്വിതീയ സാമൂഹീകരണ ഏജൻസികൾ എന്നറിയപ്പെടുന്ന
ദ്വിതീയ ഏജൻസികളായിട്ടുള്ള മാസ് മീഡിയ, രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, ഗവൺമെൻറ്, സോഷ്യൽ മീഡിയ ഒക്കെ രാഷ്ട്രീയ സാമൂഹ്യീകരണത്തിൻ്റെ ദ്വിതീയ ഏജൻസികളാണ് പറയാനുള്ള കാരണം ആ ദ്വിതീയ ഏജൻസികൾ നേരിട്ടല്ല സാമൂഹ്യീകരണത്തിൻ്റെ ഭാഗമാകുന്ന പരോക്ഷമായിട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് ഇനി അടുത്തതായിട്ട് പോകുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ നോക്കിയ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും രണ്ട് തരത്തിലുമുള്ള ഗവൺമെന്റുകളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ഫെഡറലിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും രണ്ട് തരത്തിലുള്ള ഗവൺമെന്റുകളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ഫെഡറലിസം. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറലിസം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്ത് പോലും ഫെഡറലിസം എന്നറിയപ്പെടുന്ന വാക്കില്ല. ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ ഈ എന്ത് തരം ഫെഡറൽ സംവിധാനമാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകും. ഓക്കെ, ദെൻ അടുത്തത് ഒരു ഫെഡറൽ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന നിലയിൽ ആദ്യം രൂപം കൊണ്ട ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അത് അമേരിക്കൻ ഫെഡറലിസമാണ്. അമേരിക്കൻ ഫെഡറലിസത്തിന് കുറച്ച് ടൈപ്പും വിഭാഗമൊക്കെ ഉണ്ട്, നമ്മൾ പറയാൻ പോകും. അപ്പം ഒരു ഫെഡറൽ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന നിലയിൽ ആദ്യ രൂപം കൊണ്ട ഫെഡറലിസം ഏതാണ്? അമേരിക്കൻ ഫെഡറലിസം. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ടെന്നേ. ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന തലത്തിൽ സംസ്ഥാന ഗവൺമെന്റ്, ദേശീയ തലമുണ്ട്, പ്രാദേശിക തലമുണ്ട്. രണ്ട് തരത്തിലുള്ള ഗവൺമെന്റുകളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ പേര് ഫെഡറലിസം എന്നാണ്. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. യൂണിറ്ററി ഗവൺമെന്റിൽ അപ്പോൾ എത്ര ഗവൺമെന്റ് കാണും? ഒറ്റ. അതുകൊണ്ട് അതിന് ആ പേര് യൂണിറ്ററി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഗവൺമെന്റ് മാത്രമായിരിക്കും ഉണ്ടാകും. അപ്പോൾ ആൻസർ ആയിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ക്ലിയർ ആണോ? അടുത്ത കണ്ടന്റിലേക്ക് വരുക. അവിടെ ഫെഡറേഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് രണ്ട് ടൈപ്പ് ഫെഡറേഷൻ നമ്മൾ പഠിക്കും. ഒന്ന് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ, രണ്ട് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. ഒന്നെന്തുവാ? കമ്മിങ് ടുഗദർ ഫെഡറേഷൻ, രണ്ട് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു കൂട്ടം സ്റ്റേറ്റുകൾ ഒരുമിച്ച് വരും. ഒരു കൂട്ടം സ്റ്റേറ്റുകൾ ഒരുമിച്ച് വന്ന് ഒരു വലിയ ഫെഡറേഷനായി മാറുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. എക്സാമ്പിൾ പറഞ്ഞാൽ അമേരിക്കൻ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം 50 സംസ്ഥാനങ്ങളെയാണ്, 50 സ്റ്റേറ്റുകളെയാണ് അമേരിക്ക റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ അമേരിക്ക കമ്മിങ് ടുഗദർ ഫെഡറേഷനാണ്. സ്വിറ്റ്സർലൻഡ് കമ്മിങ് ടുഗദർ ഫെഡറേഷനാണ്. ഓസ്ട്രേലിയ കമ്മിങ് ടുഗദർ ഫെഡറേഷനാണ്. അപ്പൊ എന്താ? ഒരു കൂട്ടം സ്റ്റേറ്റുകൾ ഒരുമിച്ച് വന്ന് വലിയൊരു ഫെഡറേഷനായിട്ട് മാറുന്നു. 50 സ്റ്റേറ്റുകൾ ഒരുമിച്ച് വന്ന് അമേരിക്ക എന്നറിയപ്പെടുന്ന ഫെഡറേഷനായിട്ട് മാറുന്നു. ഓക്കെ ആണോ? അടുത്തത് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യം, ആ ഇന്ത്യയുടെ അധികാരങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾക്കും ദേശീയ ഗവൺമെന്റുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കും, വീതം വെച്ച് നൽകും. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ പറയും സ്റ്റേറ്റ് ലിസ്റ്റ് പറയത്തില്ലയോ, യൂണിയൻ ലിസ്റ്റ് പറയത്തില്ലയോ, കൺകറന്റ് ലിസ്റ്റ് പറയത്തില്ലയോ, റെസിഡ്യൂറി പവർ, ശരിയല്ലയോ? ക്രമസമാധാനം ആരാ? ഇന്ത്യയിൽ ക്രമസമാധാനം, ഒരു സംസ്ഥാനത്തെ ക്രമസമാധാനം, ഒരു ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ ക്രമസമാധാനം ആരാ പരിപാലനം ചെയ്യുന്നത്? ക്രമസമാധാനം ആ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാ. തമിഴ്നാട് സ്റ്റേറ്റിന്റെ ക്രമസമാധാനം, ഇന്ത്യ സ്റ്റേറ്റിലല്ല. കേന്ദ്ര ഗവൺമെന്റ് അല്ല. ജയിൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാ. ജയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലുള്ളതാണോ? അല്ല, സംസ്ഥാന ഗവൺമെന്റ് പരിഗണനയിലുള്ളതാ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അവിടെ എന്ത്? ഒരു രാജ്യം അതിന്റെ അധികാരങ്ങൾ എന്ത് ചെയ്യുന്നു? സംസ്ഥാന ഗവൺമെന്റിന് വീതം വെക്കുന്നു, ദേശീയ ഗവൺമെന്റുകൾക്ക് വീതം വെക്കുന്നു. ഈ രണ്ടിടത്തും രണ്ടുപേർക്കും ഒരുമിച്ച് അധികാരമുണ്ട്. അതിനെയാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മൂന്നുമില്ല, സ്റ്റേറ്റ് ലിസ്റ്റിനും ഇല്ല, യൂണിയൻ ലിസ്റ്റിലും ഇല്ല, കൺകറന്റ് ലിസ്റ്റിലും ഇല്ല. എങ്കിലും നാലാമത്തെ ഒരു അധികാര വിഭാഗമുണ്ട്. അതാണ് റെസിഡ്യൂറി പവർ അല്ലെങ്കിൽ അവശിഷ്ട അധികാരം. ആ അവശിഷ്ട അധികാരങ്ങളുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ സൈബർ നിയമങ്ങൾ. പാർലമെന്റിനാണ് അവശിഷ്ട അധികാരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവശിഷ്ട അധികാരമാണ് സൈബർ നിയമം. അപ്പം അധികാരങ്ങൾ എന്ത് ചെയ്യുന്നു? ഓരോ ഗവൺമെന്റുകൾക്ക് വീതം വെച്ച് നൽകുന്ന രീതിയാണ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷനാണ്, സ്പെയിൻ ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷനാണ്, ബെൽജിയം ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷനാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി എന്താണ് ഫെഡറൽ ഗവൺമെന്റ്, എന്താണ് യൂണിറ്ററി ഗവൺമെന്റ്? ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗവൺമെന്റുകൾ ഉണ്ടാവും. കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവും, സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉണ്ടാവും. ഒന്നാമത്തെ വസ്തുത, രണ്ട് ഗവൺമെന്റുകളുണ്ട്. അവിടെ ഒരു ലിഖിത ഭരണഘടന ഉണ്ടായിരിക്കണം മസ്റ്റായിട്ട്. കാരണം എന്താ? ഈ രണ്ട് ഗവൺമെന്റുകളും എന്തൊക്കെ അധികാരങ്ങളാണെന്ന് എഴുതി വെക്കണ്ടേ? അത് ലിഖിത ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. ദെൻ ദേശീയ സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാരം പങ്കിടുന്നു. ശരിയാണ്. ഭരണഘടനയുടെ മേധാവിത്വം, ഭരണഘടന എന്താണ്?
ടോപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്, ഭരണഘടനയോടൊരു മേധാവിത്വം ഉള്ളതുകൊണ്ടാണ് രണ്ട് ഗവൺമെന്റിനും ഈ പറയുന്ന രണ്ട് പവേഴ്സ്, രണ്ട് അധികാരങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് സ്വതന്ത്ര നീതിന്യായ വിഭാഗം. എന്തുകൊണ്ടാണെന്നറിയാവോ? സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ തർക്കം ഉണ്ടാകുന്ന സമയത്ത് അത് പരിഹരിക്കുന്ന ആരാ? നീതിന്യായ വിഭാഗമാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര നീതിന്യായ വിഭാഗത്തിന്റെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. അപ്പൊ അവിടെ ഒരു സ്വതന്ത്ര നീതിന്യായ വിഭാഗം ഉണ്ടാവണം. അപ്പൊ രണ്ട് ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ലിഖിത ഭരണഘടനയായിരിക്കണം, അതായത് ഭരണഘടനയുടെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം, അവിടെ ഭരണഘടനയ്ക്ക് മേധാവിത്വം ഉണ്ടായിരിക്കണം, ഒരു നീതിന്യായ വിഭാഗം ഉണ്ടായിരിക്കണം, അടുത്ത ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഉണ്ടായിരിക്കും. രണ്ട് ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ, ഫെഡറൽ രാഷ്ട്രങ്ങൾക്ക് ഉദാഹരണമാണ് അമേരിക്ക, ഈ എക്സാമ്പിൾ മറക്കല്ലേ, കാനഡ, ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, മെക്സിക്കോ, അർജന്റീന. അതിൽ ഇന്ത്യ ടിക്ക് ചെയ്തേക്കണം. അപ്പൊ ശ്രീലങ്ക ഒരു ഫെഡറൽ രാഷ്ട്രമാണോ? അല്ല, ശ്രീലങ്ക ഒരു യൂണിറ്ററി ഗവൺമെന്റാ, മറക്കരുത്. അതിലേക്ക് വരുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ പോവാം. യൂണിറ്ററി ഗവൺമെന്റ്, അവിടെ എത്ര ഗവൺമെന്റേ ഉള്ളൂ? ഒറ്റ ഗവൺമെന്റേ ഉള്ളൂ. അതല്ലാതെ ശ്രീലങ്കയ്ക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റും ശ്രീലങ്കയിലെ സംസ്ഥാനങ്ങൾക്ക് മറ്റ് ഗവൺമെന്റ് ഒന്നുമില്ല, ഒറ്റ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. ഭരണഘടന ലിഖിതമായിരിക്കാം അല്ലെങ്കിൽ അലിഖിതമായിരിക്കാം. ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ഫ്രാൻസ്. ഫ്രാൻസിൽ യൂണിറ്ററി ഗവൺമെന്റാണ്. ബ്രിട്ടൻ അലിഖിത ഭരണഘടന, അവിടെ ഭരണഘടന ഇല്ലെന്നല്ല പറഞ്ഞേക്കുന്നത്, എഴുതപ്പെട്ട ഭരണഘടന ഇല്ല. ബ്രിട്ടൻ യൂണിറ്ററി ഗവൺമെന്റാണ്. അധികാര വിഭജനം ഉണ്ടോ? ഇല്ല. എല്ലാ അധികാരവും ആർക്കാണ്? ദേശീയ ഗവൺമെന്റിലാ. പറഞ്ഞ മനസ്സിലായോ? ഒറ്റ ഗവൺമെന്റേ ഉള്ളൂ. ആ ഒറ്റ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ദേശീയ ഗവൺമെന്റാ. ഓക്കെ, ഭരണഘടനാ മേധാവിത്വം ഉള്ളതോ ആകാം, ഇല്ലാത്തതോ ആകാം. പക്ഷെ ഭരണഘടനാ മേധാവിത്വമുള്ള രാജ്യത്ത് ഫെഡറൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്ററി ഗവൺമെന്റ് എയ്തർ, നമ്മൾ പറഞ്ഞില്ലയോ, എയ്തർ നോർ, അതേപോലെ ഭരണഘടന മേധാവിത്വം ഉള്ളിടത്തും ആകാം, ഇല്ലാത്തതും ആകാം. ഓക്കെ, ദെൻ ഭരണഘടന ദൃഢമായ ഭരണഘടന ഉള്ളതുമാകാം, അയവുള്ളതും ആകാം. ഇന്ത്യൻ ഭരണഘടന എന്തുവാ? അതും കൂടെ ഞാൻ പറയട്ടെ. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം, ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഭരണഘടന ദൃഢമോ ആകാം അല്ലെങ്കിൽ അയവുള്ളതോ ആകാം. ദൃഢ ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ഫ്രാൻസ്. ഓക്കെ, ദെൻ നീതിന്യായ വിഭാഗം സ്വതന്ത്രമായിരിക്കും, അല്ലാത്തതോ ആകാം. കാരണം രണ്ടായാലും ഒറ്റ ഗവൺമെന്റേ ഉള്ളന്നേ. പറഞ്ഞ മനസ്സിലായോ? ദെൻ നിയമനിർമ്മാണ സഭ ദ്വിമണ്ഡലമോ ഏകമണ്ഡലമോ ആകാം. അപ്പൊ ഈ പറഞ്ഞ യൂണിറ്ററി ഗവൺമെന്റിൽ രണ്ടിൽ ഏതായാലും കുഴപ്പമില്ല, ഒറ്റ ഗവൺമെന്റേ ഉള്ളൂ. യൂണിറ്ററി രാഷ്ട്രങ്ങൾക്ക് ഉദാഹരണം ബ്രിട്ടൻ യൂണിറ്ററി ഗവൺമെന്റാ, ഫ്രാൻസ് യൂണിറ്ററി ഗവൺമെന്റാ, ചൈന മറക്കരുത്, ചൈനയും ജപ്പാനും ശ്രീലങ്കയും. ശ്രീലങ്ക PYQ ആണ്. ശ്രീലങ്ക യൂണിറ്ററി ഗവൺമെന്റ് ആണ്. അപ്പൊ താഴെ പറയുന്നവയിൽ ഫെഡറൽ ഗവൺമെന്റ് ഉൾപ്പെടാത്തത് ഏത്? അങ്ങനെ ചോദിച്ചാൽ ശ്രീലങ്ക യൂണിറ്ററി ഗവൺമെന്റാ, ജപ്പാൻ യൂണിറ്ററി ഗവൺമെന്റാ, ചൈന യൂണിറ്ററി ഗവൺമെന്റാ, ഫ്രാൻസ്, ബ്രിട്ടൻ ഒക്കെ യൂണിറ്ററി ഗവൺമെന്റാ. ക്ലിയർ ആണോ? അടുത്തത് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ച ഫെഡറലിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഫെഡറലിസമാണ്. പക്ഷേ ഇന്ത്യൻ ഫെഡറലിസത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രത്യേകത സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു കോപ്പറേഷൻ ഉണ്ട്. ഈ പറഞ്ഞ കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ട്, സഹകരണമുണ്ട്. ആ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളായതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ച ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഏകായത്ത ഫെഡറലിസം എന്നാണ് പറയുന്നത്. ഓക്കെ, ഭരണഘടന ഒരൊറ്റ എടുത്തു പോലും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്നൊന്നും പരാമർശിക്കുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറയുന്നില്ല. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫെഡറൽ ഘടനയാണ്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഘടനയുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഫെഡറൽ ഘടനയ്ക്ക് പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടന. നോക്കൂ, കേന്ദ്ര ഗവൺമെന്റിന് വേറൊരു ഭരണഘടനയും സംസ്ഥാന ഗവൺമെന്റിന് വേറൊരു ഭരണഘടനയാണോ? അല്ല, ഒരു പൊതുവായ ഭരണഘടനയാണ് ഉള്ളത്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു പൊതുവായിട്ടുള്ള ഭരണഘടനയേ ഉള്ളൂ. ഒറ്റ ഭരണഘടനയേ ഉള്ളൂ ഇന്ത്യയിൽ. ഭരണഘടനയ്ക്കുള്ളൊരു പരമാധികാരമുണ്ട് ഇന്ത്യയിൽ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിൽ ആർക്കാ എല്ലായ്പ്പോഴും മേൽക്കോയ്മ? ടിക്ക് ചെയ്തേക്കണം, കേന്ദ്രത്തിന്. ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ഏത് സഭയിൽ അവതരിപ്പിക്കുന്നത്? ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം. അപ്പൊ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിൽ കേന്ദ്രത്തിന് മേൽക്കോയ്മ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഭരണഘടന ഭേദഗതി ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് പറ്റുമോ? പറ്റത്തില്ല. ഇന്ത്യൻ ഫെഡറലിസത്തിന് മാത്രം സവിശേഷതയാണ്. ഓക്കെ, ദെൻ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഇന്ത്യൻ ഫെഡറലിസത്തിന് മാത്രം സവിശേഷതയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ദെൻ ഏക പൗരത്വം. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുടെ അല്ലെങ്കിൽ ഏക പൗരത്വം ഇന്ത്യൻ ഫെഡറലിസത്തിന് പ്രധാന സവിശേഷതയാണ്. അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്തുവാ? ഈ പറയുന്ന ഫെഡറൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ട് നമ്മൾ പറഞ്ഞപ്പം രണ്ടിടത്തും
ഗവൺമെൻറ്റുകളുണ്ട്, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്ന ഫാക്റ്റാണ് അല്ലെങ്കിൽ സവിശേഷതയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിനുള്ളത്. ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്. ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഏക പൗരത്വമാണ്, സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്, മറക്കരുത്. ദെൻ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനമുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അധികാരം വിഭജിക്കുക. അപ്പൊ അങ്ങനെ ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവും. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കം ഉണ്ടാകുന്ന സമയത്ത് അത് പരിഹരിക്കുന്നത് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് അല്ല, ജുഡീഷ്യറിയാണ്. നിയമനിർമ്മാണ സംവിധാനമല്ല, എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗമല്ല, നീതിന്യായ സംവിധാനമാണ് പരിഹരിക്കുന്നത്. ദെൻ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും എല്ലായ്പ്പോഴും കേന്ദ്രത്തിനാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ ഒരു അപ്രമാദിത്വം. നോക്കൂ, ഇന്ത്യയിലെ നാണയങ്ങൾ നിർമ്മിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണോ? തമിഴ്നാട് സംസ്ഥാന ഗവൺമെന്റിന് കറൻസി അടിക്കാൻ പറ്റുമോ? കേരള സംസ്ഥാനത്തിന് കറൻസി അടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും ആർക്കാണ്? കേന്ദ്രത്തിനാണ്. നോക്കൂ, പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റാണ്. ഓക്കെ ആണോ? ദെൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയുണ്ട്. അതല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ ഫേവർ, സംസ്ഥാന ഗവൺമെന്റിന് കൂടുതൽ ഫേവർ എന്നില്ല. നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രമാണ്, നിഷ്പക്ഷമാണ്. ഓക്കെ. ദെൻ അടുത്തത് അർദ്ധ ഫെഡറൽ സംവിധാനം. ഒരു അർദ്ധ ഫെഡറൽ സംവിധാനമാണ്. പൂർണ്ണമായും ഫെഡറൽ സംവിധാനമല്ല, പൂർണ്ണമായിട്ടും യൂണിറ്ററിയും അല്ല, ഒരു അർദ്ധ ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് അധികാര വിഭജനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ ഒരു എക്സാമ്പിൾ എടുത്താൽ, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒക്കെ നിയന്ത്രണത്തിലുള്ള അധികാരങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങൾ ആരാ പരിഹരിക്കുന്നത്? നീതിന്യായ വിഭാഗമാണ്. ഈ പറയുന്ന സുപ്രീം കോടതി എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്ന നീതിന്യായ വിഭാഗമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നത്. അതിനുവേണ്ടി ഓരോ കമ്മീഷനുകളെ ഫോം ചെയ്യും. സർക്കാരിയ കമ്മീഷൻ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം പരിഹരിച്ച കമ്മീഷന്റെ പേരാണ് സർക്കാരിയ കമ്മീഷൻ. പൂഞ്ചി കമ്മിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടത്, മുൻകാല വർഷ ചോദ്യമാണ്. അപ്പൊ അങ്ങനത്തൊക്കെയുള്ള കമ്മീഷനുകളെ ഒക്കെ അപ്പോയിന്റ് ചെയ്ത് ആ ഒരു ഇടനിലക്കാരനല്ല, ആ ഒരു തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അധികാര വിഭജനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ, ധനകാര്യ അധികാരങ്ങൾ എല്ലായ്പ്പോഴും മേൽക്കൈ ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റ്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇന്ത്യയിൽ കറൻസി അച്ചടിപ്പിക്കുന്നതിന് അധികാരം, ഇന്ത്യയിൽ കറൻസി ഈ പറയുന്ന നോട്ട് അച്ചടിച്ചാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അല്ലയോ? ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഈ പറയുന്ന നോട്ട് അച്ചടിച്ചിറക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ധനനയം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതൊക്കെ ആരാ? കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് അല്ല. അപ്പം കേന്ദ്ര ഗവൺമെന്റ് എല്ലായ്പ്പോഴും സാമ്പത്തിക ധനകാര്യ അധികാരങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു മേൽക്കൈ ഉണ്ടാവും. ഓക്കെ ആണോ? അടുത്തത് ഭരണഘടന വിവിധ വിഷയങ്ങളെ ലിസ്റ്റുകളായി തരംതിരിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ മറക്കരുത്, 246. ഇന്ത്യൻ ഭരണഘടനയിൽ ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ 7 തിരിച്ച്, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, 7 തിരിച്ചിട്ടാൽ മതി, എല്ലാവും ലിസ്റ്റ് 7. ഓക്കെ ആണോ? തിരിയരുത്. ഇനി ഓരോ ലിസ്റ്റിലും ഉൾപ്പെടുന്ന ഘടകങ്ങൾ അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് പ്രതിരോധം. ഇനി അതൊന്നും നിങ്ങൾ കാണാപ്പാടെ ഒന്നും പഠിക്കേണ്ടെന്നേ. ആ നിയമം നിർവഹിക്കുന്നത് ആരാണ് നോക്കണം. ഒരു എക്സാമ്പിൾ തന്നതായിരിക്കുമല്ലോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. താഴെ പറയുന്നതിൽ ഇന്നത് ഏത് ലിസ്റ്റിൽ വരുന്നു? നോക്ക്, ഇന്ത്യയുടെ പ്രതിരോധം, ഇന്ത്യയുടെ ആർമി, നേവി, എയർഫോഴ്സ് എല്ലാം നിയന്ത്രിക്കുന്ന ആരാ? കേന്ദ്ര ഗവൺമെന്റാ. അപ്പൊ യൂണിയൻ ഗവൺമെന്റാ യൂണിയൻ ലിസ്റ്റ്. റെയിൽവേ നിയന്ത്രിക്കുന്ന ആരാ? യൂണിയൻ ലിസ്റ്റ്. ലോട്ടറി നമ്മളെ കുഴപ്പിച്ചു കളയും. ഇപ്പം 5 കോടി ബമ്പർ പ്രൈസ് ആലപ്പുഴ സ്വദേശി ശരത് എന്ന് പറയുന്നൊരു അദ്ദേഹത്തിന് ബമ്പർ ലോട്ടറി അടിച്ചു. ലോട്ടറി ഇതിനകത്ത് വരുന്നയാ? യൂണിയൻ ലിസ്റ്റ് വരുന്നയാ. കോർപ്പറേറ്റ് നികുതി എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ അടയ്ക്കുന്ന നികുതി അല്ല. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുണ്ട്, അനിൽ അംബാനി, മുകേഷ് അംബാനി, അങ്ങനത്തെ ഓരോ ടീമുകളുണ്ട്, കോർപ്പറേറ്റുകൾ. അവരടയ്ക്കുന്ന ടാക്സിനെ അറിയപ്പെടുന്ന പേരാണ്, അവരുടെ ലാഭത്തിന്റെ വിഹിതം ആയിട്ട് ടാക്സ് അടയ്ക്കണം. അതാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് അറിയപ്പെടുന്നത്. കോർപ്പറേറ്റ് ടാക്സ് യൂണിയൻ ലിസ്റ്റ് വരുന്നതാ. പൗരത്വം യൂണിയൻ ലിസ്റ്റാ. ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റാ. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റാ. മനസ്സിലായോ? ബാങ്കിങ്ങിനെ നിയന്ത്രിക്കുന്നത്, ഇന്ത്യ എല്ലാ ബാങ്കുകളും നിയന്ത്രിക്കുന്നത് RBI. RBI ആരാ നിയന്ത്രിക്കുന്നത്? ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ്. ദെൻ സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് ക്രമസമാധാനം. കേരള സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്തുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാ. പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാ. ജയില് നമ്മളെ കുഴപ്പിച്ച് കളയും കേട്ടോ. പരീക്ഷകളിൽ കയറുമ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ സെൻട്രൽ ലിസ്റ്റിലല്ലേ ഒന്നും വിചാരിക്കരുത്. സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാലും സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. തദ്ദേശ സ്വയംഭരണം സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റാ. കൃഷി സ്റ്റേറ്റ് ലിസ്റ്റാ. ഇതിന് രണ്ടും ഉണ്ട്.
കൺകറന്റ് ലിസ്റ്റ്, അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിന്റെ മറ്റൊരു പേരാണ് സമവർത്തി ലിസ്റ്റ്. പരീക്ഷകളിൽ കയറുമ്പം സമവർത്തി ലിസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കൺകറന്റ് ലിസ്റ്റ് ആണ് കേട്ടോ. വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ കംസ് അണ്ടർ കൺകറന്റ് ലിസ്റ്റ്. ഇലക്ട്രിസിറ്റി കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്രത്തിലുമുണ്ട് സംസ്ഥാനത്തും ഉണ്ട്. നോക്കൂ, സംസ്ഥാന ഗവൺമെന്റിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് വൈദ്യുതി ഇല്ലെങ്കിൽ നമ്മൾ പറയും കേന്ദ്ര ഗ്രിഡിൽ നിന്ന് കടമെടുത്തു. ഗ്രിഡ്, കേന്ദ്ര ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റിയാണ്. വനം, ട്രേഡ് യൂണിയനുകൾ, നമ്മൾ നേരത്തെ പൗരസമൂഹത്തെ പറ്റി പറഞ്ഞല്ലോ, ആ ട്രേഡ് യൂണിയനുകളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ദെൻ അവശിഷ്ടാധികാരം, ഈ മൂന്നെടുത്തും ഇല്ലാത്തതിനെ അറിയപ്പെടുന്ന പേരാണല്ലോ അവശിഷ്ടാധികാരം. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിൽ വരുന്നതാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഉഷാറായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന മത്സര പരീക്ഷ അത്രയേറെ ഉഷാറോടുകൂടി നിങ്ങൾ പഠിച്ചു മാറ്റുക. നോട്ട്സ് കൃത്യമായിട്ട് വായിക്കണം. പരീക്ഷ എല്ലാ ദിവസവും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി കുറച്ച് ദിവസം നിങ്ങൾ ഉഷാറായിട്ട് രാവിലെയൊക്കെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉഷാറായിട്ട് പഠിക്കുക. ഒപ്പമുണ്ട് നിങ്ങളോടൊപ്പം. വിജയവും നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങളുടെ ഒപ്പമുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.